المدرسة الربانية كونوا ربانيين. السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله صلى الله على نبينا محمد وآله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാനമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അള്ളാഹുവിന് തഖ്വ ചെയ്ത് സൂക്ഷ്മതയും ക്രമവും ചിട്ടയുമാർന്ന ജീവിതം നയിക്കാൻ എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുന്നു, ഉണർത്തുന്നു. മരിക്കുവോളം അള്ളാഹുവിൻ്റെ തൃപ്തിയിലായി പൊരുത്തത്തിലായി ജീവിക്കാൻ അള്ളാഹു നാം ഏവർക്കും നല്ല തൗഫീക്ക് നൽകട്ടെ. ഹക്ക് ഹക്കായി മനസ്സിലാക്കാനും അതിനെ മാത്രം പിന്തുടരാനും ബാത്തിലാണെന്നറിഞ്ഞ് അതിനെ വർജിക്കാനും അള്ളാഹു നാം ഏവർക്കും നല്ല തൗഫീക്ക് നൽകട്ടെ. അൽഹംദുലില്ലാഹ്, 2 ദിവസങ്ങളിലായി നടത്തപ്പെടുന്ന ഒരു ദീനി മജ്ലിസിലാണ് നാം ഉള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ പങ്കെടുത്തതിൻ്റെ പ്രതിഫലനങ്ങൾ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ കർമ്മങ്ങളിലുമെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല വരുത്തുകയും അത് സ്വാലിഹായ അമലായി സ്വീകരിക്കുകയും നമ്മുടെ മീസാനിൽ ഖനം തൂങ്ങുന്ന കർമ്മമായി അള്ളാഹു സ്വീകരിക്കട്ടെ. നമുക്കിനി സംസാരിക്കാനുള്ള വിഷയം ഇഖ്വാനിസവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങളാണ്. അതിന് മുന്നോടിയായി ഇതുപോലുള്ള ഒരു വിഷയം സാധാരണ സംസാരിക്കുമ്പോൾ പൊതുവിൽ ആളുകൾ പല ചോദ്യങ്ങൾ ഉന്നയിക്കും. എന്തിനാണ് ഏതെങ്കിലും ഒരു വിഭാഗത്തെ ആക്ഷേപിക്കുന്ന നിലയിൽ അല്ലെങ്കിൽ അവരെ കുറ്റപ്പെടുത്തുന്ന രീതിയിലുള്ള ദഅവകൾ എന്തിനാണ് സംഘടിപ്പിക്കുന്നത്? മുസ്ലിങ്ങൾ വലിയ പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന കാലമാണ്. പല വിധേനയുള്ള പ്രയാസങ്ങൾ അവർ നേരിടുന്നുണ്ട്. ഈ സമയത്ത് ഐക്യത്തിൻ്റെ സന്ദേശങ്ങൾ പറയുന്നതിനേക്കാൾ ആളുകളെ അല്ലെങ്കിൽ വ്യത്യസ്ത കക്ഷികളെ പരസ്പരം അകറ്റുന്ന സംസാരങ്ങളാണോ വേണ്ടത് എന്ന് നിഷ്കളങ്കമായി പല ആളുകളും ചോദിക്കലുണ്ട്. നിങ്ങളിങ്ങനെ ചെയ്യുന്നത് ശത്രുക്കൾക്ക് സഹായകരമായ ദഅവകളല്ലേ? അത് മുഖേന ശത്രുക്കൾക്ക് കൂടുതൽ ഊർജ്ജം ലഭിക്കുകയും ഇസ്ലാമിനെതിരെ അവർ കടന്നാക്രമിക്കുകയുമല്ലേ ചെയ്യുന്നത് എന്ന് പലപ്പോഴും പറയലുണ്ട്. ഇവിടെ ഈ ചോദ്യങ്ങൾക്ക് ഉള്ള മറുപടി പറഞ്ഞുകൊണ്ടാണ് ആരംഭിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളെ, മുസ്ലിമീങ്ങളെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിനെ ഖൈറു ഉമ്മത്ത് എന്നാണ് പരിചയപ്പെടുത്തിയത്. കുന്തും ഖൈറു ഉമ്മ, നിങ്ങൾ ഏറ്റവും ഉചിതമായ നല്ല സവിശേഷതയുള്ളതായ ഒരു ഉമ്മത്താണ്.
ഉഖ്രിജത് ലിന്നാസ്, ജനങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങൾ കൊണ്ടുവരപ്പെട്ടത്. നിങ്ങൾ ചെയ്യുന്ന പണി തഅ്മുറൂന ബിൽ മഅറൂഫ് വ തൻഹൗന അനിൽ മുൻകർ, നന്മകൾ കൽപ്പിച്ചുകൊണ്ടിരിക്കും, തിന്മകളെ തടഞ്ഞുകൊണ്ടിരിക്കും. വ തുഅ്മിനൂന ബില്ലാഹ്, അള്ളാഹുവിൽ ദൃഢമായി നിങ്ങൾ വിശ്വസിക്കുകയും ചെയ്യുന്നു. ഇത് വിശ്വാസികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷതയാണ്. നിങ്ങളിൽ നിന്ന് അങ്ങനെ നന്മ കൽപ്പിക്കുന്ന, തിന്മകൾ കണ്ടാൽ അത് തടുക്കുന്ന ഒരു വിഭാഗം ഉണ്ടാകണം, അവരാണ് വിജയികൾ എന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലുള്ള അഹ്ലുസുന്നയുടെ പാതയിൽ നിന്ന് വ്യതിചലിച്ചിരിക്കുന്ന ആളുകളുടെ യഥാർത്ഥ സ്വഭാവം എന്താണ് എന്ന് ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കൽ അനിവാര്യമാണ്. കാരണം മുൻകറാത്തുകളിൽ വളരെ അപകടം പിടിച്ചിരിക്കുന്ന മുൻകറാത്തുകളാണ് ഇതുപോലുള്ള കക്ഷികൾ സമൂഹത്തിൽ കൊണ്ടുവരുന്നത്. ബിദ്അകൾ വ്യത്യസ്ത തലങ്ങളിലുണ്ട്. അതിലേറ്റവും അപകടം പിടിച്ചിരിക്കുന്ന ഒരു വിഭാഗമാണ് തക്ഫീരികൾ എന്നറിയപ്പെടുന്ന, ഉമ്മത്തിനെ കുഫ്ർ ആരോപിക്കുകയും ഉമ്മത്തിൽ നിന്ന് ആളുകളെ പുറത്താക്കുകയും ചെയ്യുന്ന, തക്ഫീറുമായി ബന്ധപ്പെട്ടുകൊണ്ട് അഹ്ലുസുന്നയിൽ നിന്ന് വ്യതിചലിച്ചിരിക്കുന്ന ആളുകൾ ഏറ്റവും കഠിനമായ ബിദ്അത്തിന്റെ കക്ഷികളാണ്. കാരണം അതിലെപ്പോഴും ഒരു രക്തക്കറയുണ്ടാവും. മറ്റുള്ള ബിദ്അഈ കക്ഷികൾ അവരവരുടെ ആശയങ്ങളുമായി പോയാലും പലപ്പോഴും മുസ്ലിമീങ്ങളുടെ രക്തം ചിന്തലില്ല അവിടെ. പക്ഷേ ഈ ഒരു വിഭാഗം അവർ തൊടുത്തുവിട്ടിരിക്കുന്ന പല ആശയങ്ങളും നിമിത്തം ധാരാളം നിരപരാധികളായ ആളുകളുടെ രക്തം ചിന്തുന്ന അവസ്ഥ ഉണ്ടാകുന്നുണ്ട്. അത് മുസ്ലിമീങ്ങളിൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരുടെ ഷർറ്, ഇവരുടെ അപകടം വളരെ വ്യാപകമാണ്. അതിൻ്റെ സ്വാധീനം ഏതെങ്കിലും ഒരു സംഘടന എന്നുള്ള നിലയിലല്ല. അതിൽ സ്വാധീനം കൊണ്ടിരിക്കുന്ന സംഘടനകളുണ്ട്, വ്യക്തികളുണ്ട്. അവരവരുടെ മീഡിയകളിലൂടെ, മാധ്യമങ്ങളിലൂടെ, അതേപോലെ വ്യത്യസ്ത സംഘടനകളിലൂടെ, ചിലപ്പോൾ നേരിട്ട് അവരുമായിട്ട് ബന്ധങ്ങളില്ലാത്ത തന്നെ സലഫികളാണെന്ന് പറയുന്ന സംഘടനകളിലൂടെ തന്നെ ഈ ഒരു ആശയം എന്ത് ചെയ്യുന്നുണ്ട്, സമൂഹത്തിൽ വലിയ രീതിയിൽ വ്യാപിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇങ്ങനെയുള്ള അപകടങ്ങളെ തുറന്നു കാണിക്കുക എന്നുള്ളത് വിശ്വാസികളുടെ മേൽ അനിവാര്യമായ ബാധ്യതയാണ്. എന്നല്ല, മുഅ്മിനീങ്ങൾക്ക് ഏതെങ്കിലും നാടുകളിൽ പ്രയാസങ്ങളോ ഫിത്നകളോ ബുദ്ധിമുട്ടുകളോ നേരിടുന്നുണ്ടെങ്കിൽ അതിനുള്ള പരിഹാരവും ഇതുതന്നെയാണ്. എന്തുകൊണ്ട് ഈ അപകടങ്ങൾ മുഅ്മിനീങ്ങളെ ബാധിക്കുന്നു, ഫിത്നകൾ അവരെ വന്ന് ബാധിക്കുന്നു, അത് തിരിച്ചറിയുകയും അവിടെ ശരിയായ മൻഹജിലേക്ക്, അഹ്ലുസുന്നയുടെ പാതയിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുകയും അവിടേക്കുള്ള തിരിച്ചുപോക്കാണ് ഫിത്നകളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള യഥാർത്ഥത്തിലുള്ള മാർഗ്ഗതാണ്. വ്യതിചലിച്ചിരിക്കുന്ന എല്ലാ കക്ഷികളെയും തോളത്ത് കൈയിട്ട് കൂട്ടിപ്പിടിക്കുക എന്നുള്ളതല്ല. ഇന്ന പ്രശ്നങ്ങളുണ്ട് എന്നവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുകയും ശരിയായ മുസ്തഖീമായ വഴി ഇതാണ് എന്ന് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്നതിലൂടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളുടെ പ്രയാസങ്ങൾ നീക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, അവലമ്മാ അസ്വാബത്തുകും മുസീബ, സ്വഹാബികൾക്ക് സംഭവിച്ച ഒരു മുസീബത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. ഉഹദിൽ അവർക്ക് 70ഓളം സ്വഹാബികൾ ഷഹാദത്ത് വരിച്ചു, ചില പ്രയാസങ്ങൾ നേരിടേണ്ടി വന്നു. അതിനെക്കുറിച്ച് അല്ലാഹു പറയുന്നുണ്ട്, നിങ്ങൾക്കൊരു മുസീബത്ത് സംഭവിച്ചതായ സന്ദർഭം, ഖദ് അസബ്തും മിസ്ലൈഹ, അതിന് രണ്ടിരട്ടി നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, ശത്രുക്കൾക്ക് നിങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട് അതേപോലുള്ള മുസീബത്ത്. ബദറിൽ വെച്ച് 70ഓളം കുഫാറുകൾ നിങ്ങൾ വധിച്ചിട്ടുണ്ട്, 70ഓളം കുഫാറുകളെ ബന്ദികളാക്കിയിട്ടുണ്ട്. അപ്പോൾ ഉഹദിൽ ഇങ്ങനെ ഒരു പ്രയാസമുണ്ടായപ്പോൾ ഖുൽതും അന്ന ഹാദാ, എങ്ങനെയാണ് ഇത് ഞങ്ങൾക്ക് സംഭവിച്ചത്, എന്താണ് ഇങ്ങനെ ഒരു പ്രയാസം, ഒരു മുസീബത്ത് നേരിടാനുള്ള കാരണം എന്ന് നിങ്ങൾ ചോദിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഖുൽ ഹുവ മിൻ ഇൻദി അൻഫുസികും, നബിയെ അവർക്ക് പറഞ്ഞു കൊടുക്കുക, ഇത് നിങ്ങളുടെ പക്കൽ നിന്നുണ്ടായ ഒരു മുസീബത്ത് തന്നെയാണ്. ഈ അപകടത്തിൽ നിങ്ങൾ പെടാനുള്ള കാരണം എന്തു തന്നെയാണ്, നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായ ചില പിഴവുകളാണ്. അതിനെ തിരുത്തുക എന്നുള്ളതാണ്. അത് പറഞ്ഞു കൊടുക്കുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല.
അതിന് വിശദീകരിക്കുന്നിടത്ത് ചില ഉലമാക്കൾ പറഞ്ഞത് കാണാം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ അല്ലെങ്കിൽ കൽപ്പന എന്ത് ചെയ്തു? അവർ ലംഘിക്കുകയുണ്ടായി. അതുകൊണ്ട് വലിയ ഒരു നാശം എന്ത് ചെയ്തു? അവർക്ക് നേരിടേണ്ടി വന്നു. ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അള്ളാഹു എല്ലാത്തിനും കഴിവുള്ളവനാണ് എന്നും അവർക്ക് പറഞ്ഞു കൊടുക്കുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു. മറ്റൊരായത്തിൽ കാണാം, വലഖദ് അർസൽനാ ഇലാ ഉമമിൻ മിൻ ഖബ്ലിക, താങ്കൾക്ക് മുമ്പുള്ള വ്യത്യസ്തങ്ങളായ സമൂഹങ്ങളിലേക്ക് നാം മുർസലീങ്ങളെ നിയോഗിച്ചിട്ടുണ്ട്. അങ്ങനെ ഫഅഖദ്നാഹും ബിൽ ബഅസാഇ വദ്ദറാ, അവർക്ക് രോഗങ്ങൾ, അതേപോലെ തന്നെ പട്ടിണി, പ്രയാസങ്ങൾ, ഇങ്ങനെ പല പരീക്ഷണങ്ങളെ കൊണ്ട് നാം അവർ പിടികൂടി. എന്തിനാണ് ഇങ്ങനെ പരീക്ഷണങ്ങൾ അവർക്ക് കൊടുത്തത്, ബുദ്ധിമുട്ടുകൾ കൊടുത്തത് എന്തിനാണ്? ലഅല്ലഹും യതദറഊൻ, അവർ തൗബ ചെയ്ത് മടങ്ങാൻ വേണ്ടിയിട്ടാണ്. അവരുടെ അഹങ്കാരങ്ങളെല്ലാം വെടിഞ്ഞ് അള്ളാഹുവിൻ്റെ വഴിയിലേക്ക് തിരിച്ചു വരാനാണ്. ഫലൗലാ ഇദ് ജാഅഹും ബഅസുനാ തദറഊ, നമ്മുടെ ശിക്ഷ അവരിലേക്ക് വന്നപ്പോൾ അവർക്ക് വിനയം കാണിച്ചാൽ എന്തായിരുന്നു കുഴപ്പം? എന്തുകൊണ്ട് അവർ വിനയം കാണിച്ചില്ല? എന്തുകൊണ്ട് അവർ തൗബ ചെയ്ത് ശരിയായ വഴിയിലേക്ക് വന്നില്ല എന്ന് അല്ലാഹു ചോദിക്കുകയാണ്. വലാകിൻ ഖസത് ഖുലൂബുഹും, അവർ മടങ്ങിയില്ല എന്ന് മാത്രമല്ല, പരീക്ഷണങ്ങൾ വന്നപ്പോൾ അള്ളാഹുവിലേക്ക് മടങ്ങാതെ, യഥാർത്ഥ വഴിയിലേക്ക് മടങ്ങാതെ അവരുടെ ഹൃദയം കൂടുതൽ എന്ത് ചെയ്തു? കഠിനമായി മാറി. മാത്രമല്ല വസയ്യന ലഹുമു ശൈത്വാനു മാ കാനൂ യഅമലൂൻ, അവർ ചെയ്തിരിക്കുന്ന പല പണികളും ശൈത്വാൻ അവർക്ക് അലങ്കൃതമാക്കി തോന്നിക്കുകയും ചെയ്തു. പല ഫിത്നകൾ ഉണ്ടാകുമ്പോൾ ആളുകൾ എന്ത് ചെയ്യും? അതിനെ മറികടക്കാൻ വേണ്ടിയിട്ട് പല പല പണി ചെയ്യും. യഥാർത്ഥത്തിൽ ദീനിലേക്ക് മടങ്ങുക എന്നുള്ളതാണ് അതിനുള്ള പരിഹാരം. ഇവർ ചെയ്യുന്ന ഈ പണികൾ യഥാർത്ഥത്തിൽ അവർ രക്ഷപ്പെടുത്തുന്നതല്ല. ശൈത്വാൻ പറയും, എന്താണ് നിങ്ങൾ ഈ പണികൾ, നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ അത് വലിയ നന്മകളാണ് എന്ന് അവരെ കൊണ്ട് നീയും പറയിപ്പിക്കും. ഈ വിഷയത്തിൽ ധാരാളം ഉദ്ധരണികൾ കാണാം. ഹസനുൽ ബസ്വരി റഹിമഹുള്ളയുടെ അടുക്കൽ ഒരിക്കൽ ഹജ്ജാജ് ബിൻ യൂസുഫിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന കഠിനമായ അദാബുകളെ സംബന്ധിച്ച് പരാതി പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇന്നൽ ഹജ്ജാജ് ഉഖൂബത്തും മിനല്ലാഹ്, ഹജ്ജാജ് നിങ്ങളുടെ മേൽ ഭരണാധികാരിയായി വരാൻ ഉള്ള കാരണം എന്താ? അത് അള്ളാഹുവിൻ്റെ ശിക്ഷയാണ്. നിങ്ങൾ ചെയ്തിരിക്കുന്ന പല തിന്മകളുടെയും ശിക്ഷയായിട്ടാണ് അള്ളാഹു നിങ്ങളുടെ മേൽ ഭരണാധികാരിയായിട്ട് ഹജ്ജാജിനെ നിയോഗിച്ചിരിക്കുന്നത്. ഫലാ തസ്തഖ്ബിലു ഉഖൂബത്തല്ലാഹി ബിസ്സൈഫ്, അള്ളാഹുവിൻ്റെ ശിക്ഷയെ വാളുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണ്ട? തടുക്കാൻ നോക്കണ്ട. അള്ളാഹു നിങ്ങളെ ശിക്ഷിക്കുമ്പോൾ വാളെടുത്തിട്ട് നിങ്ങൾ അതിനെ തടുക്കാൻ നോക്കുകയാണോ? സാധ്യമല്ല. വലാകിൻ ഇസ്തഖ്ബലൂഹ ബിതൗബ വതദർറു വസ്തികാന വതൂബു തകഫു, നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? തൗബ ചെയ്യുക, അള്ളാഹുവിൻ്റെ വഴിയിലേക്ക് മടങ്ങുക, വിനയമുള്ളവരാവുക, നിങ്ങളുടെ നിസ്സാരതയെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കുക, തൗബ ചെയ്ത് അദ്ദേഹത്തിൻ്റെ അപകടങ്ങളിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്തുക എന്ന് ഹസനുൽ ബസ്വരി റഹിമഹുല്ലാ. അപ്പോൾ ശരിയായ വഴിയിലേക്ക് മാറലാണ്, നിങ്ങൾ നേരിടുന്ന പ്രയാസങ്ങൾ മാറാനുള്ള യഥാർത്ഥ മരുന്നതാണ്, ചികിത്സയതാണ്. ഒരു റിവായത്തിൽ ഇങ്ങനെയാണ് കാണുന്നത്. ഹസനുൽ ബസ്വരി പറഞ്ഞു, ഇത്തഖുല്ലാഹ് ഫഇന്ന ഇൻദല്ലാഹി ഹജ്ജാജീന കസീറ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത്, അള്ളാഹുവിനെ മനസ്സിലാക്കി ജീവിക്കുകയാണ് ചെയ്യേണ്ടത്. ഈ ഹജ്ജാജ് പോയാൽ എന്ത് ചെയ്യും? അള്ളാഹുവിൻ്റെ അടുക്കൽ ധാരാളം ഹജ്ജാജുമാരുണ്ട്, വേറെയും ഹജ്ജാജുമാരെ അയക്കാൻ അള്ളാഹുവിന് കഴിവുണ്ട്. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ പണി ചെയ്യുക, നിങ്ങൾ അള്ളാഹുവിനെ തഖ്വ ചെയ്ത് ശരിയായ വഴിയിലേക്ക് വരിക എന്നുള്ളതാണ് പരിഹാരം. മൻസൂർ ബിൻ അബിൽ അസ്വദ് റഹിമഹുല്ലാ ഇമാം ആമഷിനോട് ചോദിച്ചു, വകദാലിക നുവല്ലി ബഅദ ബഅദൻ ബിമാ കാനൂ യക്സിബൂൻ, അള്ളാഹു സുബ്ഹാനഹു വതആല ചില അക്രമികളായ ആളുകളെ വേറെ ചില ആളുകളുടെ മേൽ ഭരണമേൽപ്പിക്കും, അവർ ചെയ്തിരിക്കുന്ന തിന്മയുടെ കാരണമായിട്ടാണ്. ഈ ആയത്തിൻ്റെ വിവക്ഷ എന്താണ് എന്ന് ഇമാം ആമഷിനോട് ചോദിച്ചു. സലഫുകളിൽ നിന്ന് എന്തെങ്കിലും കേട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, അതെ, സമിഅതുഹും യഖൂൽ, സലഫുകൾ ഇതിനെക്കുറിച്ച് പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇദാ ഫസദന്നാസു ഉമ്മിറ അലൈഹിം ശിറാറുഹും, ജനങ്ങൾ മോശക്കാരായി മാറിയാൽ അവരുടെ മേൽ ഏറ്റവും മോശപ്പെട്ട ആളുകൾ എന്ത് ചെയ്യും? അവരുടെ ഭരണം അള്ളാഹു ഏൽപ്പിക്കും എന്നുള്ളതാണ്. ഇതിന് ധാരാളം ഉദാഹരണങ്ങളുണ്ട് ചരിത്രത്തിൽ. ബനു ഇസ്രായേലികൾ അമ്പിയാക്കളുടെ മാർഗത്തിൽ നിന്ന് തെന്നിമാറി, അവർ ശരിയായ റൂട്ടിൽ നിന്ന് മാറിക്കഴിഞ്ഞപ്പോൾ അള്ളാഹു എന്ത് ചെയ്തു? അവരിൽ ഏറ്റവും ഷർറുള്ള ആൾ ഫിർഔനെ എന്ത് ചെയ്തു? അവരുടെ ഭരണാധികാരിയാക്കി. ജനങ്ങൾ ഏറ്റവും നല്ല സ്വഭാവത്തിൻ്റെ നല്ല വഴിയിൽ സഞ്ചരിക്കുകയാണ് എങ്കിൽ അള്ളാഹു അതിൽ ഏറ്റവും നല്ല ആളുകൾ അവർക്ക് ഇമാമാക്കും. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ സ്വഹാബികളുടെ ഇമാമാക്കിയതുപോലെ
അപ്പോൾ ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം. അതുകൊണ്ടാണ് എന്ത് ചെയ്യേണ്ടത്, നമ്മുടെ നേരിടുന്ന പ്രയാസങ്ങൾക്കുള്ള പരിഹാരം എന്ന് പറഞ്ഞാൽ അത് യഥാർത്ഥത്തിൽ എന്താണ്? അത് ദീനിലേക്ക് മടങ്ങലാണ്. ശരിയായ അഖീദ എന്താണ് എന്ന്, ശരിയായ മനഹജ് എന്താണെന്ന് മനസ്സിലാക്കി. ഇത് പറയുമ്പോൾ പലപ്പോഴും ആളുകൾ പരിഹസിക്കും. നിങ്ങൾ ലോകത്തിൻ്റെ യാഥാർത്ഥ്യം അറിയാത്ത ആളുകളാണ്, അതുകൊണ്ടാണ് നിങ്ങളിങ്ങനെ പറയുന്നത്. പക്ഷേ ഇതൊരു യാഥാർത്ഥ്യമാണ്. മനുഷ്യവാസം ഭൂമിയിൽ എന്ന് തുടങ്ങിയോ അന്നു മുതൽ ഇന്ന് വരെ ഖുർആൻ ധാരാളം ചരിത്രങ്ങൾ പറഞ്ഞിരുന്നുണ്ട്. അവിടെയെല്ലാം ഇത് കാണാൻ സാധിക്കും. എന്തുകൊണ്ടാണ് ജനങ്ങളെ അള്ളാഹു ശിക്ഷിക്കുന്നത്? അവർ തൗഹീദിൽ നിന്നും അമ്പിയാക്കളുടെ മാർഗങ്ങളിൽ നിന്നും വ്യതിചലിക്കുമ്പോഴാണ്, അവരതേ റൂട്ടിലേക്ക് തിരികെ കൊണ്ടുവരുമ്പോഴാണ് അവർക്ക് സുഭിക്ഷത, അവർക്ക് സമാധാനം അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത് എന്ന് കാണാൻ സാധിക്കും. അവർ പറയുന്ന മറ്റൊരു ആരോപണം, നിങ്ങളിത് ശത്രുക്കളെ സഹായിക്കലാണ്. നിങ്ങളുടെ പണി മുഅ്മിനീങ്ങൾക്ക്, മുസ്ലിമീങ്ങൾക്ക് ഗുണം ചെയ്യുന്നതല്ല, ശത്രുക്കളെ സഹായിക്കലാണ്. യഥാർത്ഥത്തിൽ ആരാണ് ശത്രുക്കളെ ഈ വിഷയത്തിൽ സഹായിക്കുന്നത് എന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. ഇവിടെ ഇഖ്വാനിസം എന്ന് പറയുന്നത്, അത് നാം പറഞ്ഞു, കേവലം ഒരു സംഘടനയെക്കുറിച്ചല്ല പറയുന്നത്. 1928 ഹസനുൽ ബന്ന രൂപീകരിച്ച ഒരു സംഘമാണ് ഇഖ്വാനുൽ മുസ്ലിമൂൻ എന്നുള്ളത്. എന്നാൽ അവർ പടച്ചുണ്ടാക്കിയിരിക്കുന്നതായ ആശയം ഉൾക്കൊള്ളുന്ന ധാരാളം സംഘങ്ങൾ നമ്മുടെ ചുറ്റുമുണ്ട്. സംഘടനകളുണ്ട്, വ്യക്തികളുണ്ട്, പലരുമുണ്ട്. നമുക്കറിയാം, നമ്മുടെ കേരളത്തിലെ സാഹചര്യങ്ങളെടുത്ത് നോക്കിയാൽ തന്നെ അറിയാം. ഇന്ന് പല മുസ്ലിം സംഘടനകളും വലിയ ഒരു പ്രയാസമായി അവരുടെ ദഅവാ രംഗത്ത് പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് മുസ്ലിം ചെറുപ്പക്കാരിൽ മതനിഷേധികൾ ധാരാളം പെരുകി വരുന്നു. ഭൗതിക പ്രസ്ഥാനങ്ങളിലേക്ക് ധാരാളം ആളുകൾ ചേക്കേറുന്നുണ്ട്. ഇതിന് വഴിവെച്ചു കൊടുത്തതാരാണ്? ശരിക്കും അതിൻ്റെ ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ വളരെ വ്യാപകമായി മുസ്ലിം ചെറുപ്പക്കാരിൽ മതനിഷേധ പ്രവണത വ്യാപിക്കുകയും അത് പരസ്യമായി പറയാനുള്ളതായ ധൈര്യവും അവർക്ക് ഇട്ടുകൊടുത്തതാരാണ്? ഇത് കേരളത്തിലെ ഈ പറയുന്ന ഇഖ്വാനി ചിന്താധാര വച്ച് പുലർത്തുന്ന ആളുകളുടെ പ്രവർത്തികളാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതിന് കാരണം, ഇപ്പോൾ കഴിഞ്ഞ 2 ആഴ്ചകൾ മുമ്പ് കേരളത്തിലെ ജമാഅത്തെ ഇസ്ലാമിയുടെ അമീർ അദ്ദേഹം പറയുന്നുണ്ട്, 2004, 2006, 2009, 2011, 2015 ഇലക്ഷനുകളിൽ CPM ജമാഅത്തെ ഇസ്ലാമിയുമായി ചർച്ച നടത്തി പിന്തുണ നേടിയിട്ടുണ്ട് എന്ന് അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവന കാണാൻ സാധിക്കും. ഇത് ഞാൻ രാഷ്ട്രീയം പറയാൻ ഉദ്ദേശിച്ച് പറയണതല്ല. ഇവിടെ മുഅ്മിനീങ്ങൾ ഭൗതിക പ്രസ്ഥാനങ്ങളെ അവരുടെ മേഖലകളിലേക്ക് അടുപ്പിക്കാതെ മാറ്റി നിർത്തിയതാണ്. ഫാഷിസ്റ്റുകളെക്കാൾ അപകടം പിടിച്ചവരാണ് ഇവർ എന്ന് മനസ്സിലാക്കിയവരാണ് മുസ്ലിം സമൂഹം. എന്നാൽ ഇങ്ങനെയുള്ള ആളുകളെ ഇസ്ലാമിക വൃത്തത്തിലേക്ക് ക്ഷണിച്ചു വരുത്തുകയും അവർ അകറ്റി നിർത്തേണ്ടവരല്ല എന്നുള്ള ഒരു സന്ദേശം ആളുകൾക്ക് കൊടുത്തതാരാണ്? ഇതിൽ വലിയൊരു പങ്കുണ്ട് ഈ പറയുന്ന ഇഖ്വാനി ചിന്താധാരയിലുള്ള പല ആളുകൾക്കും. ഏതെങ്കിലും സംഘടന മാത്രമല്ല, പല ആളുകൾക്കുമുണ്ട്. ഇതൊരു ഒറ്റ ഉദാഹരണം മാത്രമല്ല പറഞ്ഞത്. കേരളത്തിൽ ഈ പറയുന്ന സംഘടനയുടെ ഷൂറ അംഗം, സ്റ്റേറ്റ് ഷൂറ അംഗം, അദ്ദേഹത്തിൻ്റെ ഒരു സംസാരത്തിൽ പറയുന്നത് കാണാം, കേരളത്തിലെ ഭൗതികവാദ നിരീശ്വരവാദ ചിന്താധാരയുടെ താത്വികാചാര്യനായ ഒരു മനുഷ്യൻ, അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹം കേരളത്തിലെ ഈ പ്രസ്ഥാനത്തിൻ്റെ ഷൂറ മെമ്പർ പറയുകയാണ്, എൻ്റെ വ്യക്തിപരമായി ഞാൻ വലിയ രീതിയിൽ ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയാണ്. ഈ പറയുന്ന തെമ്മാടിയായ അല്ലെങ്കിൽ അള്ളാഹു നിഷേധിക്കുന്നവനായ ഒരാൾ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വളരെ ആക്ഷേപിക്കുന്ന ഒരു വ്യക്തിയാണ്. എന്നിട്ട് പറയുകയാണ്, എൻ്റെ സാമൂഹിക രാഷ്ട്രീയ ചിന്താധാരകളെ രൂപപ്പെടുത്തുന്നതിൽ വലിയ പങ്കുവഹിച്ചയാളാണ് അദ്ദേഹം. വീണ്ടും പറയുകയാണ്, എൻ്റെ ചിന്തകളെ, ആശയങ്ങളെ രൂപപ്പെടുത്തുന്നതിൽ അദ്ദേഹത്തിന് വലിയ പങ്കുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ സംസാരം ഞാൻ പലപ്പോഴും കേൾക്കുമായിരുന്നു. കോഴിക്കോട് മാനാഞ്ചിറ സെൻട്രൽ ലൈബ്രറിയിൽ അദ്ദേഹം ചെയ്യും 2 മണിക്കൂർ വലിയ മഹത്വവൽക്കരിച്ചുകൊണ്ട് പറയാണ്, ഒരു നോട്ടുമില്ലാതെ 2 മണിക്കൂറെല്ലാം ലോകത്തുള്ള സകല കാര്യങ്ങളും അദ്ദേഹം സംസാരിക്കുമായിരുന്നു.
ഞാൻ അതിശയിച്ചിരുന്ന് കേൾക്കുമായിരുന്നു. ആരാണ് പറയണത്? ഇത് കേരളത്തിൽ ഇസ്ലാമിക പ്രസ്ഥാനത്തിൻ്റെ സ്റ്റേറ്റ് ഷൂറാംഗം പറയാണ്. അപ്പം ഇത് പറയുന്നയാൾക്ക് ഈ പറയുന്ന ആളുകളുടെ സാമൂഹിക രാഷ്ട്രീയ ചിന്താധാരയോട് എന്ത് ചെയ്യും? ഇത് കേൾക്കുന്ന ആളുകൾക്ക് താല്പര്യം തോന്നും. ഇദ്ദേഹത്തിന് അവിടെ നിന്നാണ് ആശയങ്ങൾ രൂപീകരിച്ചിരിക്കുന്നതെങ്കിൽ ആ ആശയം എനിക്കൊന്ന് കേട്ടുകൂടെ എന്ന് ചെറുപ്പക്കാരെ ചിന്തിക്കും. ഇങ്ങനെയുള്ള ഭൗതിക പ്രസ്ഥാനങ്ങളുടെ നേതാക്കന്മാരിലേക്ക് ആളുകൾ ആകർഷിപ്പിക്കുന്നു. എന്നിട്ട് അവരുടെ സ്റ്റഡി ക്ലാസ്സുകളിൽ, പാർട്ടി ക്ലാസ്സുകളിൽ എന്ത് ചെയ്യുന്നു? നമ്മുടെ യുവാക്കളെ തള്ളിവിടുന്നു. അങ്ങനെ അവരത് കേട്ട് 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 പതിയെ പതിയെ എന്ത് ചെയ്യുന്നു? നിരീശ്വരവാദത്തിലേക്കും അതേപോലെ തന്നെ മതനിഷേധത്തിലേക്കും പോകുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇതിന് ധാരാളം തെളിവുകൾ നിങ്ങളുടെ ഓരോ കുടുംബങ്ങളിൽ ചിലപ്പോൾ കാണും. അപ്പോൾ ഇത് കേവലം ഇങ്ങനെ സംഭവിച്ചു പോകുന്ന ഒരു കാര്യമല്ല. അതിലേക്ക് ബോധപൂർവം ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്? കൊണ്ടുകെട്ടുകയാണ് ചെയ്തത്. യഥാർത്ഥത്തിൽ ശത്രുക്കൾക്കെതിരിൽ പണിയെടുക്കുന്ന ഈ വിഭാഗം തന്നെയാണ്. ജനങ്ങളെ ദീൻ പഠിപ്പിക്കുന്നതിന് പകരം ഇതേപോലുള്ള ഭൗതികമായ ചില നേട്ടങ്ങൾക്ക് വേണ്ടി, രാഷ്ട്രീയമായ ചില നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ കാണിക്കുന്നത്. ആഖിറത്തിൽ രക്ഷ കിട്ടാൻ വേണ്ടിയിട്ടാണോ ഈ കൂട്ടുകെട്ടുകൾ? ഒരിക്കലുമല്ല. ഭൗതികമായ ചില നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യുന്നു? ഈ പറയുന്ന രീതിയിൽ മുസ്ലിം ചെറുപ്പക്കാരെ ധാരാളം വഴിയുഴപ്പിച്ചിട്ടുണ്ട്. അവർക്കിത് ഒരു പ്രശ്നമല്ല എന്ന് തോന്നൽ അവരുടെ മനസ്സുകളിൽ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ധാരാളം ആളുകൾ വഴിവഴച്ചു പോയിട്ടുണ്ട്. ഫാഷിസ്റ്റുകൾക്ക് ചിലപ്പോൾ നമ്മുടെ സമ്പത്ത് കൊള്ളയടിക്കാൻ സാധിച്ചേക്കാം, ആളുകളുടെ ജീവൻ എടുക്കാൻ സാധിച്ചേക്കാം. അത് മുഖേന അള്ളാഹു അവർക്ക് ചിലപ്പോൾ വലിയ പ്രതിഫലം കൊടുക്കും. പക്ഷെ ഈ വിഭാഗത്തിൻ്റെ പിന്നാലെ പോകുന്നത് മുഖേന അവൻ്റെ ദീനും ആഖിറവും സകലതും തകർന്നടിയുകയാണ്. അങ്ങനെ വലിയ നാശത്തിലേക്ക് ആളുകൾ കൊണ്ടെത്തിച്ചത് വലിയ പങ്ക് വിഭാഗത്തിന്. അതേപോലെ തന്നെ അഹ്ലുസുന്നയെ നഖശിതാന്തം എതിർക്കുന്ന സ്വഹാബികളെ, അധികം സ്വഹാബികളും കാഫിറുകളാണെന്ന് പറയുന്ന, വിരലിലുണ്ടാകുന്ന ചിലരൊഴികെ സ്വഹാബികളിൽ തന്നെ ഏറ്റവും പ്രമുഖരായ അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ ബിൻ അൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ പോലുള്ളതായ മഹാരഥന്മാരായ സ്വഹാബികളെ കാഫിറുകൾ എന്ന് പറയുന്ന, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിമാർ ആയിഷത്തു റളിയല്ലാഹു അൻഹ, ഹഫ്സ റളിയല്ലാഹു അൻഹയെ പോലുള്ളവർ വിചാരിണികൾ എന്ന് വിളിക്കുന്ന ഷീഇകളുമായിട്ട് വലിയ ബന്ധം സ്ഥാപിക്കുകയും, ഇന്ന് കേരളത്തിൽ സോഷ്യൽ മീഡിയയിൽ വലിയ സ്വാധീനം അവർക്കുണ്ട്. പല മേഖലകളിലും ചിലപ്പോൾ നേരിട്ടവർ ഷീഇകളായിരിക്കുകയില്ല, അവർക്ക് വേണ്ടി പണിയെടുക്കുന്ന ധാരാളം ആളുകൾ സൃഷ്ടിച്ചിട്ടുണ്ട്. ഖുമൈനിയുടെ പേര് കേൾക്കുമ്പോൾ ആവേശം കൊള്ളുന്ന, ഹിസ്ബു ഷൈത്വാനിൻ്റെ പേര് കേൾക്കുമ്പോൾ രോമാഞ്ചം കൊള്ളുന്ന ആളുകൾ ധാരാളമാണിന്ന്. അവർ ഖുർആൻ മാറ്റി മറിച്ച ആളുകളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇറക്കി കൊടുത്തിരിക്കുന്ന പരിശുദ്ധ ഖുർആൻ അത് യഥാർത്ഥത്തിൽ നമ്മുടെ കയ്യിലുള്ള ഖുർആനല്ല എന്ന് പറയുന്ന, ഇങ്ങനെ ഷീഇകളുടെ കടന്നുകയറ്റത്തിന് വേണ്ടിയിട്ട് ഇടയാക്കി കൊടുത്തതും ഈ പറയുന്ന വിഭാഗങ്ങളാണ് എന്ന് പരിശോധിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? കണ്ടെത്താൻ സാധിക്കും. അപ്പോൾ അവരുടെ ഗ്രന്ഥങ്ങൾ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യുക, അവർക്ക് വേണ്ടി പല രീതികളിലുള്ള, കേരളത്തിൽ പല സ്ഥലങ്ങളിലും അവർ രഹസ്യമായി യോഗങ്ങൾ നടത്തുന്നു. ഇങ്ങനെയുള്ള ആളുകൾക്ക് സഹായം ചെയ്തു കൊടുത്തിരിക്കുന്ന യഥാർത്ഥത്തിൽ ഈ പറയുന്ന വിഭാഗങ്ങളാണ്. തൗഹീദിനെ തീരെ അവഗണിക്കുന്നു. പല രീതികളിലുള്ള ക്യാമ്പയിൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കൊക്കക്കോളക്കെതിരെ, എക്സ്പ്രസ് ഹൈവേക്കെതിരെ, അല്ലെങ്കിൽ പല പല പലിശക്കെതിരെ. പക്ഷെ തൗഹീദിനെ സംബന്ധിച്ചൊരു ക്യാമ്പയിൻ പലപ്പോഴും എന്ത് ചെയ്യില്ല, ഈ വിഭാഗം ആളുകൾ നടത്തുകയില്ല. അതാണ് ഒരു മനുഷ്യൻ്റെ വിജയവും പരാജയവും നിർണ്ണയിക്കുന്നതിൽ ഏറ്റവും മർമ്മപ്രധാനമായതെന്ന് നമുക്കറിയാം. പക്ഷെ തൗഹീദിനെ സംബന്ധിച്ച് അവരെ അവഗണിച്ച് തള്ളുന്നു. സുന്നത്തുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളിൽ അവർക്ക് ശ്രദ്ധയില്ല. യഥാർത്ഥത്തിൽ ഇതാണ് ശത്രുക്കളെ സഹായിക്കുന്ന നടപടിക്രമങ്ങൾ. ശത്രുക്കൾ പേടിക്കുന്നത് മുഅ്മിനീങ്ങൾ തൗഹീദിലേക്ക് മടങ്ങുന്നതിനെയാണ്. സുന്നത്തിന് മുറുകെ പിടിക്കുന്നതാണ് യഥാർത്ഥത്തിൽ ഇസ്സത്തുള്ള കാര്യം. അതുകൊണ്ട് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മഹുല്ലാഹ് പറഞ്ഞത് കാണാം, ഫറാദ്ദു അലാ അഹ്ലിൽ ബിദ്അ മുജാഹിദുൻ. ബിദ്അത്തിന്റെ അഹ്ലികാർക്കെതിരെ മറുപടി കൊടുത്തുകൊണ്ടിരിക്കണം. അങ്ങനെ കൊടുക്കുന്ന ആളുകൾ മുജാഹിദുകളാണെന്നാണ്. യഥാർത്ഥത്തിൽ ജിഹാദ് ചെയ്യുന്നവർ അവരാണ്. ഹത്താ കാന യഹ്യ ബിൻ യഹ്യ യഖൂൽ, യഹ്യ ബിൻ യഹ്യ റഹിമഹുല്ലാഹ് പറയുമായിരുന്നു, അദ്ദബ്ബു അനി സുന്ന അഫ്ദലുൽ ജിഹാദ്. സുന്നത്തിനെ പ്രതിരോധിക്കലാണ്, അതിനു വേണ്ടിയിട്ട് പണിയെടുക്കലാണ് ജിഹാദിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് എന്ന് യഹ്യ ബിൻ യഹ്യ റഹിമഹുല്ലാഹിൽ നിന്ന് ഷെയ്ഖുൽ ഇസ്ലാം ഉദ്ധരിക്കുന്നുണ്ട്. ഇത് മുഅ്മിനീങ്ങളുടെ നിർബന്ധമായ കർത്തവ്യമാണ്.
എന്ന് അഹ്ലുസുന്നക്ക് ഏകോപിച്ച അഭിപ്രായമാണ്. ശൈഖുൽ ഇസ്ലാം പറഞ്ഞത് കാണാം, ബിദ്അത്തിന്റെ നേതാക്കൾ ഖുർആനിനും സുന്നത്തിനും എതിരായി കൊണ്ട് വ്യത്യസ്ത അഭിപ്രായങ്ങൾ പറയുന്നതായ ആളുകൾ, അല്ലെങ്കിൽ ഖുർആനിനും സുന്നത്തിനും എതിരായി കൊണ്ട് വ്യത്യസ്ത ഇബാദാത്തുകൾ സമൂഹത്തിലേക്ക് കൊണ്ടുവരുന്ന ആളുകൾ, ഇങ്ങനെയുള്ള ആളുകളെ തുറന്നു കാണിക്കുക എന്നുള്ളത് ഫഇന്ന ബയാന ഹാലഹും വതഹ്ദീറ അൽ ഉമ്മത്തി മിൻഹും, അവരുടെ അവസ്ഥകൾ ജനങ്ങൾക്ക് വിവരിച്ചു കൊടുക്കുക, അവരെ തൊട്ട് ജനങ്ങൾക്ക് ജാഗ്രത നൽകുക, ഇത് വാജിബുൻ ബിത്തിഫാഖിൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളുടെ ഏകോപിച്ച അഭിപ്രായമാണ്, നിർബന്ധമായ കാര്യമാണത്, മറച്ചുവെക്കേണ്ട കാര്യമല്ല. ഹത്താ ഖീല ലി അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാ, അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലയോട് ചോദിച്ചു, അർറജുലു യസൂമു വയുസല്ലി വയഅതകിഫ്, ഒരാൾ നമസ്കരിക്കുന്നു, നോമ്പെടുക്കുന്നു, പള്ളിയിൽ ഇഅ്തികാഫിരിക്കുന്നു, അതാണോ താങ്കൾക്ക് ഇഷ്ടം? അതല്ല യതകല്ലമു ഫി അഹ്ലിൽ ബിദ്അ, ബിദ്അത്തിന്റെ ആളുകളെ കുറിച്ച് ജനങ്ങൾക്ക് ബോധനം കൊടുക്കുന്നതാണോ? എന്താണ് താങ്കൾക്ക് ഇഷ്ടം? ഒരാൾ അവൻ്റെ വൈയക്തികമായ ഇബാദാത്തുകളുമായിട്ട് കഴിഞ്ഞു പോകുന്നതാണോ? അതല്ല സമൂഹത്തിൽ ഇങ്ങനെ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്ന ആളുകളുടെ പ്രവർത്തികൾ ജനങ്ങൾക്ക് തുറന്നു കാണിച്ചു കൊടുക്കലാണോ? ഏതാണ് താങ്കൾക്ക് ഇഷ്ടം? ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹ് പറഞ്ഞു, ഇദാ ഖാമ വസല്ല വഅതകഫ ഫഇന്നമാ ഹുവ ലിനഫ്സി, ഒരാൾ നമസ്കരിച്ചാൽ, നോമ്പെടുത്താൽ, ഇഅ്തികാഫിരുന്നാൽ അത് അവൻ്റെ നഫ്സിന് വേണ്ടിയുള്ളതാണ്. എന്നാൽ വഇദാ തകല്ലമ ഫീ അഹ്ലിൽ ബിദ്അ ഫഇന്നമാ ഹുവ ലിൽ മുസ്ലിമീൻ ഹാദാ അഫ്ളൽ, ഒരാൾ ബിദ്അത്തിന്റെ ആളുകളെ കുറിച്ച് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുത്താൽ, അവരെ ബോധവൽക്കരിച്ചാൽ അത് മുസ്ലിമീങ്ങൾക്ക് മുഴുവനും വേണ്ടിയിട്ടുള്ള നന്മയാണ്, അതാണ് കൂടുതൽ അഫ്ളൽ എന്ന് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാ പഠിപ്പിക്കുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ ഈ വിഷയം ഗൗരവമുള്ള കാര്യമാണ്, ഇത് ജനങ്ങൾ ഉണർത്തിക്കൊടുക്കേണ്ട കാര്യമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം, മാ മിൻ നബിയ്യിൻ ബഅസഹുല്ലാഹു ഫീ ഉമ്മത്തിൻ ഖബ്ലി, ഒരു നബിയെയും അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് മുമ്പ് നിയോഗിച്ചിട്ടില്ല, ഇല്ലാ കാന മിൻ ഉമ്മത്തിഹി ഹവാരിയൂൻ വഅസ്ഹാബുൻ യഖുദൂന ബിസുന്നതി വയഖ്തദൂന ബിഅംരി, ആ നബിമാർക്ക് എന്തുണ്ടാവും? ഹവാരിയുകളുണ്ടാകും. ആ നബിയുടെ ഉറ്റ സഹായികളായിട്ട് ചില ആളുകളുണ്ടാകും, ചില സ്വഹാബികളുണ്ടാകും. അവർ ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ റസൂൽ പഠിപ്പിച്ചിരിക്കുന്ന സുന്നത്തുകൾ മുറുകെ പിടിക്കും, ആ റസൂലിൻ്റെ കൽപ്പനകളെ അവർ പിന്തുടരുകയും ചെയ്യും. എന്നാൽ സുമ്മ ഇന്നഹാ തഖ്ലുഫു മിൻ ബഅദി മൻ ബഅദഹും ഖുലൂഫുൻ, അവർക്ക് ശേഷം ചില ആളുകൾ എന്ത് ചെയ്തു? രംഗത്ത് വന്നു, ചില പിൻഗാമികൾ വന്നു. അവർ യഖൂലൂന മാ ലാ യഫ്അലൂൻ, അവർ ചില കാര്യങ്ങൾ ഇങ്ങനെ പറയുന്ന കാര്യങ്ങളായിരിക്കില്ല അവർ പ്രവർത്തിക്കുന്നത്. അത് പ്രത്യേകിച്ചും ഈ ഖവാരിജി ചിന്താഗതികൾ വച്ച് പുലർത്തുന്ന ആളുകളെ സംബന്ധിച്ചാണ് എന്ന് ഉലമാക്കൾ പറയുന്നത് കാണാൻ സാധിക്കും. നമുക്കറിയാം, നമ്മുടെ നാടുകളിൽ തന്നെ ഈ ചിന്താഗതി വെച്ച് പുലർത്തുന്ന ആളുകളെ എടുത്തു നോക്കിയാൽ കാണാൻ സാധിക്കും. അവർ പറയും, ദീൻ എന്നുള്ളത് സമഗ്രമാണ്, നിങ്ങൾ ദീനിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം മാത്രം പറയുന്ന ആളുകളാണ്, നിങ്ങൾക്കെപ്പോഴും തൗഹീദ് മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ സുന്നത്ത്, തൗഹീദ്, സുന്നത്ത്, ബിദ്അത്ത് ഇതുപോലുള്ള കാര്യങ്ങൾ മാത്രമേ നിങ്ങൾക്കുള്ളൂ, ദീൻ എന്നുള്ളത് സമഗ്രമായതാണ് എന്നവരിങ്ങനെ ഏത് ഖുതുബകളുണ്ടെങ്കിലും സംസാരങ്ങളിലുണ്ടെങ്കിലും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. എന്നാൽ അവരുടെ ദീൻ അത് യഥാർത്ഥത്തിൽ അവർ പറയുന്ന അവരുടെ രാഷ്ട്രീയ ഇസ്ലാമിന് മാത്രമേ ഉള്ളൂ, അതും വികൃതമായതാണ്, വികലമായതാണ്, ശരിയായതുമല്ല. അവർക്ക് അവരുടെ വിശ്വാസത്തിൽ അവർ ദീൻ യഥാവിധം പാലിക്കുന്നവരല്ല, അവരുടെ വേഷങ്ങളിൽ അവർ സൂക്ഷ്മതയില്ല, അതിൽ ദീന് യാതൊരു ബന്ധമില്ല എന്നുള്ളതാണ് അവരുടെ വാദം. ആർക്കും ഇഷ്ടമുള്ള വേഷം ധരിക്കാം. അതല്ലെങ്കിൽ അവരുടെ കോലങ്ങളിൽ, അവരുടെ ചാനലുകളിൽ, അത് വേറെ ഇസ്ലാമാണ്, അതുമായിട്ടൊന്നും ബന്ധമില്ല. അവരുടെ മാധ്യമങ്ങളിൽ അല്ലെങ്കിൽ അവരുടെ കൾച്ചറൽ പ്രോഗ്രാമുകളിൽ അവിടെയൊന്നും ഈ പറഞ്ഞ ദീൻ പാലിക്കേണ്ടതില്ല. അതല്ലെങ്കിൽ അത് വേറൊരു ദീനാണ്. യഥാർത്ഥത്തിൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ അവസാനത്തെ ദൂതനാണെന്ന് ഇവർ അംഗീകരിക്കുന്നുണ്ടോ എന്നുള്ള സംശയമാണ്. കാരണം ഇപ്പോൾ കാലം മാറി, അതിനനുസരിച്ച് നമ്മൾ മാറണം എന്നുള്ളതാണ്. അപ്പോൾ പിന്നെ പുതിയ പ്രവാചകന്മാർ ആവശ്യമായി തീരും. ഈ രീതിയിൽ അവർ ചില കാര്യങ്ങൾ സമഗ്രമാണെന്ന് പറയുന്നു. ഈ സമഗ്രത ഇവിടെ കാണാൻ സാധിക്കുന്നില്ല. അവരുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ദർശിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. വയഫഅലൂന മാ ലാ യുഅ്മറു, എന്നാൽ കൽപ്പിക്കപ്പെടാത്ത കാര്യങ്ങൾ അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കും. കൽപ്പിക്കപ്പെടാത്ത കാര്യങ്ങൾ അവർ
ധാരാളമായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യും. അത് നമുക്ക് കാണാൻ സാധിക്കും. ഫമൻ ജാഹദഹും ബിയദിഹി ഫഹുവ മുഅ്മിൻ. അവരോട് ഒരു ഭരണാധികാരിയാണ് എങ്കിൽ കൈകൊണ്ട് അവരോട് യുദ്ധം ചെയ്യേണ്ടതുണ്ട്, അവരടക്കിയിരുത്തേണ്ടതുണ്ട്. ഖവാരിജിയാക്കൾ പുറപ്പെട്ടാൽ ശേഷിയുണ്ട് എങ്കിൽ അവരെ എന്ത് ചെയ്യേണ്ടതുണ്ട്? ശക്തി ഉപയോഗിച്ച് അവരെ അടിച്ചിരുത്തുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അതേപോലെ തന്നെ അവൻ മുഅ്മിനാണ് അങ്ങനെ ചെയ്താൽ. വമൻ ജാഹദഹും ബിലിസാനിഹി ഫഹുവ മുഅ്മിൻ. നാവ് കൊണ്ട് അവരോട് ആരെങ്കിലും ജിഹാദ് ചെയ്താൽ അവൻ മുഅ്മിനാണ്. വമൻ ജാഹദഹും ബിഖൽബിഹി ഫഹുവ മുഅ്മിൻ. ആരെങ്കിലും ഹൃദയം കൊണ്ടാണ് അവരോട് ജിഹാദ് ചെയ്തെങ്കിൽ അവൻ മുഅ്മിനാണ്. വലൈസ വറാഅ ദാലിക മിനൽ ഈമാനി ഹബ്ബത ഖർദലിൻ. അതിനപ്പുറത്ത് എന്തില്ല, ഈമാനിനൊരു തൂക്കം വരെയുമില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാൻ സാധിക്കും. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള ചോദിക്കുന്നുണ്ട്, ഒരാൾ അവൻ്റെ മുന്നിൽ അള്ളാഹുവിൻ്റെ ദീനിനെ കളിയാക്കപ്പെടുകയാണ്, അല്ലെങ്കിൽ വഅയ്യു ദീനിൻ വഅയ്യു ഖൈരിൻ ഫീമൻ യറാ മഹാരിമല്ലാഹി തുൻതഹക്. അള്ളാഹു നിഷിദ്ധമാക്കിയിരിക്കുന്ന കാര്യങ്ങൾ പ്രവർത്തിക്കപ്പെടുന്നു, അല്ലെങ്കിൽ അള്ളാഹു ആദരിച്ചിരിക്കുന്ന കാര്യങ്ങളെ അവമതിക്കപ്പെടുന്നു. ഇങ്ങനെയുള്ളതായ കാര്യങ്ങൾ കാണുമ്പോൾ മിണ്ടാതിരിക്കുന്ന ആളുകളുടെ അവരിൽ എന്ത് നന്മയാണുള്ളത്? വഹുദൂദുഹു തുളാ. അള്ളാഹുവിൻ്റെ അതിർത്തികൾ ലംഘിക്കപ്പെടുകയാണ്. വദീനഹു യുത്രക്. അള്ളാഹുവിൻ്റെ ദീൻ ഉപേക്ഷിക്കപ്പെടുന്നതായിട്ട് ഒരാൾ കാണുന്നു. വസുന്നത റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യുർഗബു അൻഹ. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനോട് ആളുകൾ വിമുഖത കാണിക്കുന്നതായിട്ട് ഒരാൾ കാണുന്നു. പക്ഷേ ഇത് കാണുമ്പോഴെല്ലാം വഹുവ ബാരിദുൽ ഖൽബ്. അവൻ്റെ ഹൃദയത്തിനൊരു രോഷവുമില്ല, അതിങ്ങനെ തണുത്തിരിക്കുകയാണ്. ദീനിനെ സംബന്ധിച്ച ആളുകൾ എന്തു പറഞ്ഞാലും ഒരു പ്രശ്നമില്ല. സാകിത്തുൽ ലിസാൻ, നാക്കടക്കി വെച്ചിരിക്കുകയാണ്, മിണ്ടുന്നില്ല. അവൻ ഷൈത്വാനുൻ അഖ്റസുൻ, പൊട്ടനായ ഷൈത്വാനാണ് എന്നാണ് ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞത്. ദീൻ ഈ രീതിയിൽ അവമതിക്കപ്പെടുമ്പോൾ ഒരാൾ അവൻ്റെ മനസ്സിൽ രോഷമില്ല എങ്കിൽ, അത് തുറന്നു പറയുന്നില്ല എങ്കിൽ അവൻ പൊട്ടനായ ഷൈത്വാനാണ്. കമാ അന്നൽ മുതകല്ലിം ബിൽ ബാത്തിലി ഷൈത്വാനുൻ നാതിഖ്. ബാത്തിലായ കാര്യങ്ങൾ സംസാരിക്കുന്നവൻ സംസാരിക്കുന്ന ഷൈത്വാനാണെന്നതുപോലെ തെറ്റ് കാണുമ്പോൾ മിണ്ടാതിരിക്കുന്ന ആളുകൾ അതെന്താണ്? അത് സംസാരിക്കാത്ത ഷൈത്വാനാണ് എന്ന് ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയാണ്. ഇവരുടെ ഈ വിഭാഗം ആളുകളുടെ കക്ഷിത്വത്തിൻ്റെ ഏറ്റവും മകുടോദാഹരണമാണ് സ്വഹാബികളെ ആരെങ്കിലും ചീത്ത പറഞ്ഞാൽ അവർക്കൊരു പ്രശ്നമില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിമാരെ ചീത്ത പറയുന്ന ആളുകളുടെ തൊഴിൽ അവർക്ക് ഒരു പ്രശ്നമില്ല അവർക്ക്. അങ്ങനെയുള്ളവരെ ആദരിക്കുന്നു, ഹീറോകളാക്കിയിട്ട് എന്ത് ചെയ്യുന്നു? അവരുടെ കട്ടൗട്ടുകൾ വയ്ക്കുന്നു, രക്തസാക്ഷി പരിവേഷം കൊടുക്കുന്നു. ഇതിനൊരു പ്രശ്നമല്ല. നേരെ മറിച്ച് ഇവരുടെ നേതാക്കന്മാരുടെ ആരുടെയെങ്കിലും എന്തെങ്കിലും ചെറിയ ന്യൂനത നിങ്ങൾ പറഞ്ഞു നോക്ക്. ഇവരുടെ സ്ഥാപക നേതാവ് ഇപ്പോൾ ഈ അടുത്ത് വലിയ ചർച്ചയുണ്ടായി മൗദൂദിയെ സംബന്ധിച്ച്. ചില ഇത് പറയുമ്പോൾ എന്ത് ചെയ്യും? ആളുകൾ കൂട്ടം കൂടി വന്ന് ആക്രമിക്കും. അപ്പോൾ മൗദൂദിയെ സംബന്ധിച്ചൊന്നും പറയാൻ പാടില്ല, സയ്യിദ് കുത്തുബിനെ കുറിച്ചൊന്നും പറയാൻ പാടില്ല. അപ്പോൾ ഇവരുടെ രക്തം തിളയ്ക്കും. അവർ അക്രമോത്സുകരായി കൊണ്ട് രംഗത്ത് വരും. അതിനവരെന്ത് ചെയ്യും? കൂട്ടം ചേർന്ന് ആക്രമിക്കും, ഒറ്റപ്പെടുത്തും. അങ്ങനെയുള്ള ആളുകൾ ഇല്ലാതെയാക്കാൻ ശ്രമിക്കും. പക്ഷേ ദീനുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഏതെങ്കിലും കാര്യങ്ങളിൽ സ്വഹാബികൾ ഒരാൾ ചീത്ത പറയാൻ പ്രശ്നമില്ല അവർക്ക്. ദീനിലെ ഏതെങ്കിലും, ഇപ്പം ഒരു ഉദാഹരണം പറയാം. ഇപ്പോൾ ഈ അടുത്ത ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവരുടെ സ്റ്റേറ്റ് അമീർ, അതേപോലെ തന്നെ വേറൊരാളും ഒരേപോലെ ഒരു സംസാരം കേൾക്കാനിടയായി. അവർ പറയും ഇവർക്ക് യഥാർത്ഥത്തിൽ ഇരട്ട മുഖമാണ്, ഒരൊറ്റ മുഖമല്ല. അവർ പറയും ഞങ്ങളുടെ മാതൃക മൗദൂദിയല്ല, ഞങ്ങൾ ഖുർആനും സുന്നത്തും അനുസരിച്ച് ജീവിക്കുന്ന ആളുകളാണ്. മൗദൂദി ഞങ്ങളുടെ സംഘടനയുടെ സ്ഥാപകരാണ്, ശരിയാണ്, എന്നാൽ ഞങ്ങൾ അദ്ദേഹത്തെ എന്ത് ചെയ്യുന്നില്ല, ഫോളോ ചെയ്യുന്നില്ല. ഇതവർ പറയും. എന്നിട്ട് ഉദാഹരണം പറയാണ്, മൗദൂദി പറയലുണ്ട് എന്താണ്, സ്ത്രീകൾ നിഖാബ് ധരിക്കണമെന്ന് പറയുന്ന ആളാണ് മൗദൂദി. പക്ഷെ ഞങ്ങളത് സ്വീകരിക്കുന്നില്ല. എത്ര വൈരുദ്ധ്യമാണെന്ന് വിചാരിക്കണം. കാരണം ഖുർആനും സുന്നത്തും പറയുന്നത് എന്താണ്? നിഖാബ് ധരിക്കണമെന്നാണ്. അതവർ തള്ളിക്കളയുന്നു. എന്നിട്ട് മൗദൂദിയും അത് തന്നെയാണ് പറയുന്നത്. അപ്പോൾ അവരുടെ വൈരുദ്ധ്യം പറയാണ്. ഇത് ഒരേപോലെ തന്നെ ഈ രണ്ട് വാക്കുകൾ വച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഇവരുടെ സ്റ്റേറ്റ് അമീർ ഇപ്പോൾ അടുത്താണ്, 2 ആഴ്ചകൾ മുമ്പ്, അവരുടെ ഒരു സ്ഥാപനത്തിലെ പ്രിൻസിപ്പളായിരുന്ന മറ്റൊരാളും ചെയ്യുന്നുണ്ട്, ഇതേ വാദം പറയുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ആളുകളെ അന്ധമായി പിന്തുടരുന്നവരല്ല എന്നുള്ളത് തെളിവ് അവർ പറയാണ്. യഥാർത്ഥത്തിൽ അവർ അന്ധമായിട്ട് തന്നെ പിന്തുടരുകയാണ്, ഇവരുടെ ചില ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രം.
എന്നാൽ എന്ത് ചെയ്യുന്നു? ദീനിനെ എവിടെയെങ്കിലും അപകടപ്പെടുത്തപ്പെട്ടാൽ ഇവർക്ക് ആ വിഷയത്തിൽ എന്തില്ല, യാതൊരു രീതിയിലുള്ള വിഷമവും പ്രയാസങ്ങളും അനുഭവപ്പെടുന്നില്ല എന്നുള്ളതുമാണ്. ഇവിടെ ഈ ചിന്താഗതിയുടെ പ്രധാനപ്പെട്ട ചില അടിസ്ഥാന സവിശേഷതകൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്താണ് ഈ പറയുന്ന ഇഖ്വാനി ചിന്താധാരയെ എങ്ങനെയാണ് നമ്മൾ തിരിച്ചറിയുക? അതിലേറ്റവും പ്രധാനപ്പെട്ട അവരുടെ ലക്ഷ്യം ഭൂമിയിൽ അള്ളാഹുവിൻ്റെ ഖിലാഫത്ത് സ്ഥാപിക്കുക എന്നുള്ളതാണ് അവരുടെ പ്രധാനമായ ലക്ഷ്യമായിട്ട് അവരെന്ത് ചെയ്യുന്നത്, സ്ഥാപിച്ചിരിക്കുന്നത്. അള്ളാഹുവിൻ്റെ ഹുക്മ് ഭൂമിയിൽ സ്ഥാപിക്കുക, ഇതാണ് അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അപ്പോൾ അത് ലക്ഷ്യമാക്കാൻ പാടില്ലേ? അത് നിങ്ങൾക്ക് ആളുകൾ ചോദിക്കും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരാൾ ചോദിക്കുന്നുണ്ടോ, നിങ്ങൾക്ക് ആഗ്രഹമില്ലേ അള്ളാഹുവിൻ്റെ ഹുക്മ് ഭൂമിയിൽ സ്ഥാപിക്കപ്പെടുന്നതിന്? അള്ളാഹുവിൻ്റെ ദീനനുസരിച്ച് നാടുകൾ ഭരിക്കപ്പെടുന്നത് നിങ്ങൾക്ക് ആഗ്രഹമില്ലേ? അതെ, നമുക്ക് ആഗ്രഹമുണ്ട്. മുഅ്മിന് ആഗ്രഹം ഉണ്ടാകും, സംശയമൊന്നുമില്ല. പക്ഷേ ഒരു മുഅ്മിനിൻ്റെ ലക്ഷ്യം ഭൂമിയിൽ ഖിലാഫത്ത് സ്ഥാപിക്കുക എന്നുള്ളതാണോ? അതൊരിക്കലുമല്ല. അതാണ് ഒരാളുടെ ലക്ഷ്യം എന്നുള്ള രീതിയിൽ അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല നമ്മളെ. പക്ഷെ ഇവർ ആ ഒരു ലക്ഷ്യം എന്ത് ചെയ്യുന്നു, മുന്നിൽ വെച്ചുകൊണ്ട് എന്തിനാണോ അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ സൃഷ്ടിച്ചത്, ആ ലക്ഷ്യത്തെ അവരെന്ത് ചെയ്യുന്നുണ്ട്, അവഗണിക്കുന്നുണ്ട്. അപ്പോൾ ഇവരുടെ ലക്ഷ്യം ഇതായിരിക്കും. അത് ഈ വിഭാഗത്തിൽ വ്യത്യസ്ത ഇനങ്ങളുണ്ട്. വളരെ തീവ്രമായ ചില നിലപാടുകൾ എടുക്കുന്ന ആളുകളുണ്ട്. മിതപരമായ, അതായത് ഇവർക്ക് വ്യത്യസ്ത മുഖങ്ങളാണെന്ന് പറഞ്ഞല്ലോ. ഉദാഹരണം പറഞ്ഞാൽ ചില നാടുകളിൽ ഇവർ വളരെ ലിബറലുകളായിരിക്കും. വളരെ ലിബറലുകൾ എന്ന് പറഞ്ഞാൽ മനുഷ്യനിർമ്മിത നിയമങ്ങളെ, ഇസ്ലാമിക നിയമങ്ങളെക്കാളപ്പുറത്ത് പുകഴ്ത്തുകയും പാടിപ്പുകഴ്ത്തുകയും അള്ളാഹുവിൻ്റെ ഹുക്മ് ഭൂമിയിൽ സ്ഥാപിക്കാൻ ഏറ്റവും നല്ലത് ചില മനുഷ്യ നിയമ നിർമ്മിത വ്യവസ്ഥകളുണ്ടെങ്കിൽ അതാണ് എന്നുവരും പറഞ്ഞ ആളുകളുണ്ട്. ഇപ്പോൾ അടുത്ത് മരണപ്പെട്ടു പോയ യൂസുഫ് അൽ ഖറദാവി, അദ്ദേഹത്തിൻ്റെ ചില വാദങ്ങൾ അങ്ങനെയാണ്. അള്ളാഹുവിൻ്റെ ഹുക്മ് ഇവിടെ സ്ഥാപിക്കണമെങ്കിൽ എന്ത് ചെയ്യണം, യഥാവിധത്തിൽ ആളുകളുടെ സ്വാതന്ത്ര്യം, ഹുരിയത്ത് അല്ലെങ്കിൽ ഡെമോക്രാത്തിയ ഇത് സ്ഥാപിക്കണം. ഇത് ആണ് അള്ളാഹുവിൻ്റെ ദീൻ നിലനിർത്താൻ ഏറ്റവും നല്ല പണി എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ചില സ്ഥലങ്ങളിൽ അവർ പൂർണ്ണമായിട്ട് ലിബറലുകളാകും, വേറെ ചില സ്ഥലങ്ങളിൽ കഠിനമായ തക്ഫീരികളായി മാറും. സയ്യിദ് ഖുത്ബിനെ പോലുള്ളതായ ചില ആളുകൾ അവർ പറയുന്നത് ഭൂലോകത്ത് മുസ്ലിം സമൂഹം തന്നെ ഇല്ല എന്നാണ്. മുസ്ലിമീങ്ങളെന്ന് പറയുന്ന സമൂഹം എന്നുള്ള നിലയിൽ മുസ്ലിമീങ്ങളില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ നിന്ന് വ്യതിചലിച്ചിരിക്കുകയാണ് ലോകത്തുള്ള സകല ആളുകളും. മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കീങ്ങളുടെ അതേ ജഹാലത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, തിരികെ വന്നിട്ടുണ്ട്. അതായത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റിസാലത്ത് അപ്രസക്തമായി, അത് എന്ത് ചെയ്തു, മാഞ്ഞുപോയിരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ അപകടം. അതിൻ്റെ നതീജതാണ്. നഅൂദു ബില്ലാഹ്, ഒരിക്കലും സാധ്യമല്ല. അതെന്ന് സാധ്യമാകുന്നു എന്ന് ഖിയാമത്ത് നാൾ സംഭവിച്ചിരിക്കും. അപ്പോൾ ഭൂമിയിൽ മുഴുവനും ജഹാലത്ത് പരന്നിരിക്കുന്നു. അവിടെ എന്തില്ല, ഒരു മുസ്ലിം സമൂഹം തന്നെ നിലനിൽപ്പില്ല എന്ന് പറയുന്ന ചില ആളുകളുണ്ട്. വേറെ ചില നാടുകളിൽ അവർ സലഫികളാണെന്ന് പറഞ്ഞിട്ടായിരിക്കും രംഗത്ത് വരിക. നമ്മുടെ നാടുകളിലുമുണ്ട് അങ്ങനെ ചില ആളുകൾ. ഈജിപ്തിലും മറ്റുമെല്ലാം പോയി വിദ്യാഭ്യാസം നേടി വരികയും ഇവരുടെ ആളുകളിൽ നിന്ന് സ്വാധീനം ഉൾക്കൊള്ളുകയും സലഫികളായ അഹ്ലുസുന്നയുടെ ആളുകളെ തങ്ങളുടെ ചിന്താധാരയിലേക്ക് സ്വാധീനിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ സലഫികളാണ് എന്ന് പറയുകയും തൗഹീദിനും സുന്നത്തിനുമെല്ലാം വേണ്ടിയിട്ട് വലിയ പ്രചാരണങ്ങൾ നടത്തുകയും ചെയ്യും. അങ്ങനെയുള്ള ആളുകളുടെ ചില ഉള്ളുകള്ളികൾ പുറത്തു വരുന്നത് എപ്പോഴെന്ന് അറിയുമോ? ഏതെങ്കിലും രീതികളിലുള്ള പ്രശ്നങ്ങൾ ഏതെങ്കിലും രാജ്യങ്ങളിൽ ഉടലെടുത്തു കഴിഞ്ഞാൽ അവരുടെ ഉള്ളിലുള്ള എന്ത് ചെയ്യും, പെട്ടെന്ന് പുറത്തിയാടും. അതായത് നമ്മൾ ആദ്യം പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യമുണ്ടല്ലോ, എന്താണത്? ഈ ഖിലാഫത്ത് സംസ്ഥാപിക്കുക എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ട് അവരുടെ മാർഗം എന്ന് പറയുന്നത് യഥാർത്ഥത്തിലുള്ള അവർ മുന്നോട്ട് വയ്ക്കുന്ന മാർഗം വിപ്ലവങ്ങൾ ഉണ്ടാക്കലാണ്. ഇത് ഏതൊരു ഇഖ്വാനിയുടെയും ഹൃദയത്തിൽ ഒളിഞ്ഞു കിടക്കുന്നതാണ്. ഈ പറയുന്ന ലിബറലുകളാണെങ്കിലും അവരുടെ ഉള്ളിൽ ഇതുണ്ടാവും. പക്ഷെ അത് പുറത്ത് ചാടുന്നത് ചില പ്രത്യേക സാഹചര്യങ്ങളിലായിരിക്കും. ഇപ്പോൾ സിറിയയിൽ എന്ത് ചെയ്തപ്പോൾ അവിടുത്തെ ഭരണാധികാരിയെ ആട്ടിപ്പുറത്താക്കി. ഈ സമയത്ത് രംഗത്ത് വന്ന് ചില ആളുകൾ ചില മുസ്ലിം രാഷ്ട്രങ്ങളിലെ ദീനിനു വേണ്ടി വലിയ സേവനങ്ങൾ ചെയ്യുന്ന രാജാക്കന്മാരെ സംബന്ധിച്ച് വളരെ തോന്നിവാസം പറയുകയും ജൂതന്മാരെ അല്ലെങ്കിൽ ജൂതപുത്രന്മാരെ അടുത്ത് നിന്ന് ചെയ്യും, പുറത്താക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സലഫികളാണെന്ന് പറയുന്ന ചില ആളുകൾ
അവരുടെ കോലം പെട്ടെന്ന് മാറും. ഇങ്ങനെയുള്ള രക്തത്തിളപ്പുണ്ടാകുന്ന സമയത്ത് എന്ത് ചെയ്യും? അവരുടെ മനസ്സിലുള്ളത് പെട്ടെന്ന് എന്ത് ചെയ്യും? പുറത്തു ചാടും. അപ്പോൾ ഇങ്ങനെയുള്ള അഹ്ലുസുന്നയുടെ ആളുകൾ ആകർഷിപ്പിക്കാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യും? സലഫികളാണെന്ന് പറയും. ചില സ്ഥലങ്ങളിൽ അവർ ഖൈരിയായ ചാരിറ്റി പ്രവർത്തനങ്ങളിൽ കൂടുതലായിട്ട് ഏർപ്പെടും. അങ്ങനെയായിരിക്കും എന്ത് ചെയ്യുക? ആളുകളെ സമീപിക്കുക. പക്ഷേ ഇവരുടെ എല്ലാം അടിസ്ഥാനം ഈ ഒറ്റ ലക്ഷ്യമായിരിക്കും. അതിനുള്ള മാർഗം എന്തായിരിക്കും? സൗറത്തുണ്ടാക്കുക, അല്ലെ വിപ്ലവം ഉണ്ടാക്കുക, ആളുകളെ ഭരണകൂടങ്ങൾക്കെതിരെ തിരിച്ചുവിടുകയും അങ്ങനെ വിപ്ലവം ഉണ്ടാക്കുക എന്നുള്ളതുമായിരിക്കും ഇവരുടെ ലക്ഷ്യം. അത് ഏത് സമയത്തും എന്ത് ചെയ്യണമെന്നില്ല, പുറത്തു വരണം എന്നില്ല. ഇങ്ങനെയുള്ള ഈ ചിന്താധാരകൾ വെച്ച് പുലർത്തും. ഞാൻ പറഞ്ഞു, അത് ഏതെങ്കിലും സംഘടന മാത്രമല്ല. വ്യത്യസ്ത കക്ഷികളുണ്ട്, വ്യത്യസ്ത സംഘടനകളുണ്ട്, വ്യത്യസ്ത ആശയക്കാരുണ്ട്, വ്യക്തികളൊക്കെ അത് കാണാൻ സാധിക്കും. ഇവർ പറയുന്ന ഏറ്റവും അപകടം പിടിച്ചിരിക്കുന്ന ഒരു ചിന്തയാണ്. അവർ പറയും തൗഹീദി പ്രബോധനം, അതായത് അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യണം എന്നുള്ള രീതിയിലുള്ള തൗഹീദി പ്രബോധനത്തിൻ്റെ കാലം അവസാനിച്ചിട്ടുണ്ട്. ഞങ്ങൾക്കെല്ലാം തൗഹീദ് വ്യക്തമായിരിക്കുന്നു, ഇനി നിങ്ങൾ എന്ത് ചെയ്യേണ്ടതില്ല, തൗഹീദ് എന്ന് പറയേണ്ടതില്ല എന്ന് വളരെ നീചമായ ഒരു വർത്തമാനം നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാവും പലപ്പോഴും. ഈ തൗഹീദി പ്രഭാഷണം പലപ്പോഴും ആളുകൾ ഭിന്നിപ്പിക്കുന്നതാണ്. ഇതുകൊണ്ട് മുസ്ലിമീങ്ങൾക്ക് ഇനി ഗുണമൊന്നും കിട്ടാനില്ല എന്നൊരു വാദം ഇവരിൽ പല ആളുകളും മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അബ്ദുള്ള അസ്സാം പറയുന്നത് കാണാം. ഇഖ്വാനികളുടെ നേതാവായിരുന്നു, അവരുടെ ഒരു പണ്ഡിത മുഖവുമാണ്. അദ്ദേഹം പറയുന്നത് കാണാം, ഇന്ന മൗദൂഅ മുഹാറബത്തി ശിർക്ക് അല്ലദീ നാദാ ബിഹിൽ ഉലമാഉ സാബിഖൂൻ അംസാൽ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ. മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലയെ പോലുള്ള ആളുകൾ നിർവഹിച്ചതായ ശിർക്കിനെതിരിലുള്ളതായ പോരാട്ടം ഏതാണത്? ഫി ഇബാദത്തിൽ ഔസാനി വത്തമസ്സുഹി ലിൽ ഖുബൂർ, വിഗ്രഹങ്ങൾക്ക് ഇബാദത്ത് ചെയ്യുന്ന കാര്യം, ഖബർ തൊട്ടുമുത്തൽ, ഇങ്ങനെയുള്ള ഇവകൾക്കെതിരിലുള്ള പോരാട്ടമുണ്ടല്ലോ, ഖദിൻതഹ, അത് അവസാനിച്ചിരിക്കുകയാണ്, അതിൻ്റെ കാലം കഴിഞ്ഞിരിക്കുകയാണ്. വഹല്ല മഹല്ലഹു ശിർക്കും മിൻ അൻവാഇൻ ആഖർ, അതിൻ്റെ സ്ഥാനത്ത് നിന്ന് വേറെ ചില ശിർക്കുകൾ വന്നിട്ടുണ്ട്. വഹുവ ശിർക്കുൽ ഹുക്മി ബി ശരീഅത്തിൽ ബശർ, മനുഷ്യനിർമ്മിത നിയമങ്ങൾ കൊണ്ട് വിധിക്കുന്ന ശിർക്കാണത്. വതർക്കു ശരീഅത്തില്ല, അള്ളാഹുവിൻ്റെ ശരീഅത്തിനെ ഉപേക്ഷിക്കുക എന്നുള്ളതായ ശിർക്കുമാണത്. അതിനെ സംബന്ധിച്ചാണ് നമ്മളിപ്പോൾ എന്ത് ചെയ്യേണ്ടത്? പ്രബോധനം ചെയ്യേണ്ടത്. അല്ലാതെ ഖബറുകൾ ഇബാദത്ത് ചെയ്യുന്നതിനെ സംബന്ധിച്ചോ അള്ളാഹു അല്ലാത്തവരോട് ഇബാദത്ത് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചോ ഇനി പ്രബോധനം ചെയ്യുന്നതിൽ, ദഅവത്ത് ചെയ്യുന്നതിൽ പ്രസക്തിയില്ല എന്ന് അബ്ദുള്ള അൽ അസ്സാം എന്ത് ചെയ്യുന്നുണ്ട്? പ്രസ്താവിക്കുന്നുണ്ട്. ഇവരുടെ സുഡാനിലെ നേതാവായ ഷെയ്ഖ് തുറാബി പറയുന്ന പ്രകാരമാണ്, ഇന്നഹും യഹ്തമ്മൂന ബിൽ ഉമൂരിൽ അഖായിദിയ്യ, സലഫികൾ അഖീദയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്നു. അതേപോലെ തന്നെ വശിർക്കിൽ ഖുബൂർ, ഖബറുകളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഷിർക്കിനും. വലാ യഹ്തമ്മൂന ബിശ്ശിർക്കി സിയാസി, ഷിർക്കു സിയാസിക്ക് ഇവരെന്ത് ചെയ്യുന്നില്ല, പ്രാധാന്യം കൊടുക്കുന്നില്ല. സലഫുകളെ കുറിച്ച് പറയുകയാണ്. അതുകൊണ്ട് ഫൽനത്രുക് ഹഉലാഇൽ ഖുബൂരിയ്യീന യതൂഫൂൻ ഹൗല ഖുബൂരിഹിം, നമുക്ക് ഈ ഖുബൂരികൾ വിട്ടേക്കാം, അവരുടെ ഖബറുകൾ തവാഫ് ചെയ്തുകൊണ്ട് നടക്കട്ടെ. ഹത്താ നസ്ല ഇലാ ഖുബ്ബത്തിൽ ബർലമാൻ, നമുക്ക് ആദ്യം വേണ്ടത് എന്താണ്? പാർലമെന്റിലെത്തലാണ്. ആദ്യം അധികാരം കിട്ടുക എന്നുള്ളതാണ് നമുക്ക് വേണ്ടത്. അതിനുശേഷം പിന്നീട് എന്ത് ചെയ്യാം, മറ്റുള്ള കാര്യങ്ങൾ വേണമെങ്കിൽ നോക്കാം എന്നുള്ളതാണ് ഇവരുടെ സുഡാനിലെ നേതാവായ തുറാബി പറയുന്നു. ഇത് വളരെ അപകടം പിടിച്ചിരിക്കുന്ന വാദമാണ്. മനുഷ്യൻ അവൻ്റെ വിജയത്തിൻ്റെ നിദാനം തൗഹീദാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മരിക്കാൻ പോകുന്ന വേളയിൽ മലക്കുൽ മൗത്ത് അടുത്തു വന്നിരിക്കുന്ന സമയത്ത് ഈ ഉമ്മത്തിന് ജാഗ്രത നിർദ്ദേശം നൽകിയ കാര്യമാണിത്. ഖബറുകളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ശിർക്ക്. മരണസമയത്ത് മലക്കുൽ മൗത്ത് അരികെ വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അതിൻ്റെ അസ്വസ്ഥതകൾ അനുഭവപ്പെടുന്നുണ്ട്. ഈ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലഅനത്തുല്ലാഹി അലൽ യഹൂദി വൻ നസ്വാറ ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ്. ജൂത നസ്വാറാക്കൾ അള്ളാഹു ശപിക്കാനുണ്ടായ കാരണം പറയാണ്, അവർ അവരുടെ അമ്പിയാക്കന്മാരുടെ ഖബറിടങ്ങൾ എന്ത് ചെയ്തു? അതിനെ ആരാധനാ കേന്ദ്രങ്ങളാക്കി. അവർ അമ്പിയാക്കളുടെ ഖബറുകൾ ആരാധിച്ചു എന്നല്ല പറയണത്, ആ ഖബറിൽ കിടക്കുന്ന അമ്പിയാക്കൾ ആരാധിച്ചു എന്നല്ല പറയണത്. ആ ഖബറിനരികിൽ നിന്നുകൊണ്ട് അള്ളാഹ്ക്ക് ഇബാദത്ത് കൊടുത്തു. അതായത് ഈ ഖബറുകൾ ഒരു പ്രത്യേകം അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുന്ന പ്രത്യേക ഒരു സ്ഥലമാക്കി. അതുകൊണ്ടാണ് അള്ളാഹു അവരെ ശപിച്ചത്. ശിർക്കായ കാര്യമല്ല, അത് ശിർക്കിലേക്ക് എത്തിപ്പെടാവുന്ന കാര്യമാണ്. സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? പിന്നീട് ഖബർ പൂജയിലേക്ക് എത്തും.
പിന്നെ ഖബറിൽ കിടക്കുന്ന ആളുകളെ പൂജിക്കുന്നതിലേക്കെത്തും. അപ്പോൾ അതിനടുത്ത് നിന്ന് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന ഒരു സംവിധാനം ഉണ്ടാക്കിയപ്പോൾ അത് തന്നെ അവർ ശപിക്കാനുള്ള കാരണമായി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണവേളയിൽ പറയുന്നത് എന്തിനാണ്? മരിക്കാറായിട്ടുണ്ട്, എൻ്റെ ഖബർ എന്ത് ചെയ്യരുത്, ഈ ഉമ്മത്ത് ഈ രീതിയിൽ ചെയ്യരുത് എന്ന് ജാഗ്രത നിർദ്ദേശം നൽകുകയാണ്. ആയിഷ റളിയല്ലാഹു അൻഹ അതിനെക്കുറിച്ച് അങ്ങനെയാണ് പറഞ്ഞത്. അപ്പോൾ ഇതിന് തീരെ പ്രാധാന്യമില്ല, ഇത് അധികാരം കിട്ടുന്ന കാര്യമല്ല. നേരെ കുറച്ച് ഇവർ പറയുന്നത് ഇവരുടെ ഹുക്കുമുമായി ബന്ധപ്പെട്ടിരിക്കുന്ന, അതായത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അള്ളാഹുവിൻ്റെ ഹുക്കുമ് കൊണ്ട് വിധിക്കുക എന്നുള്ള നിർബന്ധമായ കാര്യമാണ്, അത് സംശയമൊന്നുമില്ല. അള്ളാഹു അല്ലാത്തവരുടെ നിയമങ്ങൾ കൊണ്ട് വിധിക്കുക എന്നുള്ളത് പാടില്ലാത്ത കാര്യവുമാണ്, അതിലും സംശയമില്ല. വമൻ ലം യഹ്കും ബിമാ അൻസലല്ലാഹ് ഫഉലൈക ഹുമുൽ കാഫിറൂൻ, കാഫിറുകളാകുമെന്ന് പറഞ്ഞിട്ടുണ്ട് അള്ളാഹു. ചിലയിടത്ത് വാലിമീങ്ങളാകുമെന്നാണ് പറഞ്ഞത്, വേറൊരിടത്ത് അവർ ഫാസിഖീങ്ങളാണെന്നാണ് അള്ളാഹു പറഞ്ഞത്. ഒരാൾ അള്ളാഹു അല്ലാത്തവർ മറ്റൊരു നിയമം കൊണ്ട് വിധിച്ചാൽ ഉടനെ കാഫിറാകും എന്നാണ് എൻ്റെ അർത്ഥം? അല്ല, ഒരിക്കലുമല്ല. ഒരാൾ തൻ്റെ ഭാര്യ അനുസരണക്കേട് കാണിക്കുന്നു, അള്ളാഹുവിൻ്റെ വിധി എന്താ? അള്ളാഹു എന്താണ് കൽപ്പിച്ചിരിക്കുന്നത്? അള്ളാഹു പറഞ്ഞു, ആദ്യം നിങ്ങൾ അവരെ എന്ത് ചെയ്യണം? ഉപദേശിക്കണം. രണ്ടാമതായി എന്ത് ചെയ്യണം? അവരുടെ കിടപ്പറകളിൽ നിന്ന് മാറി നിൽക്കണം, കിടപ്പറ ഉപേക്ഷിക്കണം. മൂന്നാമതായി എന്ത് ചെയ്യണം? അവരെ പരിക്കേൽപ്പിക്കാത്ത രീതിയിലുള്ള ചെറിയ അടികൾ കൊടുക്കണം. ഇതാണ് അള്ളാഹുവിൻ്റെ വിധി. ഒരാൾ ഭാര്യ അനുസരണക്കേട് കാണിച്ചു പോയിട്ട് ഒരു അടി കൊടുത്തു, ആദ്യം തന്നെ ഇവൻ ആരുടെ വിധിയാണ് വിധിച്ചിരിക്കുന്നത്? അള്ളാഹുവിൻ്റെ വിധിയാണോ വിധിച്ചത്? അല്ല. അവൻ കാഫിറായോ? അവൻ കാഫിറായെന്ന് പറയാൻ പറ്റുമോ? പറ്റൂല. അപ്പോൾ അള്ളാഹുവിൻ്റെ വിധിയല്ലാത്തത് കൊണ്ട് വിധിച്ച ആളുകൾ മുഴുവൻ കാഫിറുകളാണ്. അങ്ങനെ വിധിച്ചിരിക്കുന്ന ഭരണാധികാരികൾ മുഴുവൻ കാഫിറുകളാണ്, അവരെ പിന്തുടരുന്ന മുഴുവൻ സമൂഹവും കാഫിറാണ് എന്ന് എങ്ങനെയാണ് ബുദ്ധിയുള്ള ആൾക്ക് പറയാൻ സാധിക്കുക? ഒരു കാര്യം ആ കാര്യം ചെയ്താൽ ബിദ്അത്ത് അത് കുഫറിലേക്ക് എത്തിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഒരാൾ ഒരു വിഗ്രഹത്തിൻ്റെ മുന്നിൽ സുജൂദ് ചെയ്തു, കാഫിറാണ്. അവൻ്റെ അഖീദ പരിശോധിക്കേണ്ട ആവശ്യമില്ല അവിടെ. അവൻ എന്താണ് അത് ചെയ്തിരിക്കുന്ന പണി കുഫറാണ്. എന്നാൽ നേരെ മറിച്ച് എന്ത് ചെയ്യുന്നു? അള്ളാഹു അല്ലാത്തവരുടെ വിധി കൊണ്ട് ഒരാൾ വിധിച്ചു, അവിടെ അവൻ്റെ അഖീദ പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. അതിനെ അനുവദിച്ചുകൊണ്ട്, അത് അനുവാദമുണ്ട്, അത് അള്ളാഹു അനുവദിച്ചിരിക്കുന്ന കാര്യമാണ്, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ നിയമത്തെക്കാൾ കൂടുതൽ ശ്രേഷ്ഠമായതാണത്, അല്ലെങ്കിൽ അതുപോലത്തെ ഉള്ളത് തന്നെയാണ് എന്നൊക്കെ വാദിച്ചുകൊണ്ടാണ് ഒരാളത് ചെയ്യുന്നതെങ്കിൽ ശിർക്ക് സംഭവിക്കുന്ന, കുഫർ സംഭവിക്കുന്ന പാപം തന്നെയാണ്. അതല്ല എങ്കിൽ അത് പാടില്ലാത്തതാണ് എന്നുള്ളതിനേക്കാൾ അപ്പുറം അവർ കാഫിറായി എന്ന് പറയാൻ സാധിക്കില്ല. അപ്പോൾ ഇവർ ഇതുപോലുള്ള ചില കാര്യങ്ങൾ എടുത്തിട്ട് ഖുർആനിൻ്റെ പ്രത്യക്ഷമായ അർത്ഥമെടുക്കും. സലഫുകൾ മുഴുവൻ ഇവരുടെ വാദ്യരെതിരാണ്. എന്നാൽ ഇത് വച്ചിട്ട് ഇതാണ് ഇപ്പോൾ പ്രബോധനം ചെയ്യേണ്ട കാര്യം, ഇതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അത് മുഖേന നമുക്ക് അധികാരത്തിൻ്റെ പടവുകളിലേക്ക് കടക്കാൻ സാധിക്കുള്ളൂ എന്നുള്ളതുകൊണ്ടാണ്. പക്ഷേ നൂറ്റാണ്ട് ഒന്നാവാറായി ഇവർ സ്ഥാപിച്ചിട്ട്, ഇവർക്ക് ഈ ദാവത്ത് കൊണ്ട് എവിടെയെങ്കിലും അള്ളാഹുവിൻ്റെ നിയമം സ്ഥാപിക്കാൻ സാധിച്ചോ? എന്നാൽ അതിൻ്റെ ദുരന്ത ഫലങ്ങൾ ലോകത്ത് മിക്ക നാടുകളും ചെയ്തു, അറബ് ഇസ്ലാമിക രാജ്യങ്ങളും അനുഭവിച്ചിട്ടുണ്ട്. ധാരാളം ആളുകൾ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ നേരിട്ടിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ഉദാഹരണമാണത് ഇവിടെ നമ്മുടെ ഫിലസ്തീനിൽ സംഭവിച്ചിരിക്കുന്ന കാര്യം. എത്ര ഇവരുടെ വളരെ അവിവേകം നിറഞ്ഞിരിക്കുന്ന ഒരു രീതി, ജിഹാദുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇസ്ലാം പഠിപ്പിച്ചിരിക്കുന്ന നിയമങ്ങളെല്ലാം ഇവരെന്ത് ചെയ്യുന്നു? കാറ്റിൽ പറത്തുന്നു എന്നുള്ളതാണ്. ജിഹാദ് വളരെ പുണ്യകരമായ ഇബാദത്താണ്, അള്ളാഹു വലിയ പ്രതിഫലം വച്ചിട്ടുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പലപ്പോഴും ഏറ്റവും ഇഷ്ടപ്പെട്ട ഇബാദത്ത് ഏതാണെന്ന് ചോദിക്കുമ്പോൾ പറഞ്ഞിരിക്കുന്നതിൽ ഒന്നെന്താണ്? അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ജിഹാദാണ്, വലിയ പുണ്യമുള്ള കാര്യമാണ്. എന്തിനാണ് ജിഹാദ് ചെയ്യുന്നത്? അള്ളാഹുവിൻ്റെ കലിമത്തിനെ ഉയർത്താൻ വേണ്ടിയിട്ടാണ്, മുസ്ലിമീങ്ങളുടെ ജീവൻ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്, അവരുടെ സമ്പത്തുകൾ സംരക്ഷിക്കപ്പെടാൻ വേണ്ടിയിട്ടാണ്. നേരെ മറിച്ച് മുസ്ലിം നാടുകളെ കുട്ടിച്ചോറാക്കുന്ന ജിഹാദ് ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ജിഹാദും അങ്ങനെയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജിഹാദ് ചെയ്യുമ്പോൾ ആദ്യത്തെ നേരിട്ടുള്ള ഏറ്റുമുട്ടൽ ബദറിലാണ്. മദീനക്ക് പുറത്തേക്ക് വന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ. സ്ത്രീകളെയും കുട്ടികളെയും വൃദ്ധരെയും അപകടപ്പെടുത്തരുത് എന്നുള്ളത് കൊണ്ട്. ഉഹദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനക്ക് പുറത്താണ് നടത്തുന്നത്. മദീനയിലേക്ക് ശത്രുക്കൾ കടന്നു കയറാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുവദിക്കുന്നില്ല. ഖന്തഖിൽ സഖ്യകക്ഷികൾ ഒന്നടങ്കം മദീനയെ വളഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധത്തിന് സന്നദ്ധനാകുന്നില്ല. അവിടെ എന്ത് ചെയ്തു? മുസ്ലിമീങ്ങളെ സംരക്ഷിക്കുകയാണ്.
അവർ അകത്തേക്ക് പ്രവേശിച്ചാൽ വലിയ നാശമുണ്ടാകും. അതുകൊണ്ട് എന്ത് ചെയ്തു? കിടങ്ങ് താഴ്ത്തിക്കൊണ്ട് അവിടെയുള്ള വൃദ്ധരെ, കുട്ടികളെ, സ്ത്രീകളെ സംരക്ഷിക്കുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത്. ഇതേപോലെ തന്നെ ബൈഅത്തു റിദ്വാനുമായി ബന്ധപ്പെട്ട സംഭവം, മുസ്ലിമീങ്ങൾ ഉംറയ്ക്ക് വേണ്ടി പോയ ആളുകളാണ്. അവിടെ ഒരു ഏറ്റുമുട്ടലിൻ്റെ സാഹചര്യങ്ങൾ തെളിഞ്ഞു വന്നു. സ്വഹാബികൾ ബൈഅത്ത് ചെയ്തു, അവരുടെ ജീവൻ ത്യജിക്കാൻ അവർ സന്നദ്ധനാണ്. പക്ഷെ അള്ളാഹുവിൻ്റെ കൽപ്പന എന്താണ്? യുദ്ധം ചെയ്യേണ്ടതില്ല. അവിടെ യുദ്ധം ചെയ്താൽ വലിയ അപകടങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് എന്ത് ചെയ്തു? സന്ധി നടത്തുകാനാണ് അള്ളാഹുവിൻ്റെ കൽപ്പന. അപ്പോൾ ഇസ്ലാമിൽ ഏത് യുദ്ധം എടുത്തു നോക്കിയാലും ഇങ്ങനെ തന്നെയാണ്. ആളുകളെ കൊന്നൊടുക്കുന്ന, വലിയ അപകടം വരുത്തി വയ്ക്കുന്ന, സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ പ്രതിരോധം തന്നെ പ്രതിരോധിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? പ്രതിരോധ സമരം എന്ന് പറയലോ. എന്തിനാ പ്രതിരോധിക്കണേ? ആളുകളെ കൊല്ലുക എന്നുള്ളതാണോ നിന്റെ ലക്ഷ്യം? ജിഹാദ് എന്നുള്ളത് ലക്ഷ്യമല്ല ഇസ്ലാമിൽ. ജിഹാദ് എന്നുള്ളത് ലക്ഷ്യമല്ല, പിന്നെന്താണ്? അതൊരു മാർഗമാണ്. അത് നമ്മുടെ ദീനിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ സമ്പത്ത് സംരക്ഷിക്കാൻ, ജീവൻ സംരക്ഷിക്കാനുള്ളൊരു മാർഗമാണത്. പക്ഷേ ഇവരെന്ത് ചെയ്തിരിക്കുന്നു? അവരുടെ ലക്ഷ്യം ജിഹാദാക്കി വെച്ചു. അവിടെയാണ് അപകടം പിടഞ്ഞിരിക്കുന്നത്. ജിഹാദ് എന്നുള്ളൊരു മാർഗമായിട്ടാണ് അള്ളാഹു നമ്മൾ പഠിപ്പിച്ചിരിക്കുന്നത്. അവിടെ പ്രതിരോധമാണെങ്കിലും നമ്മുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യണത്? പ്രതിരോധം നടത്തേണ്ടത്. അതുകൊണ്ട് ഫുഖഹാക്കൾ പറഞ്ഞത് കാണാം, സക്കാത്ത് കൊടുക്കുന്ന വിഭാഗങ്ങളിൽ ഒരു വിഭാഗമാണ് ആര്? മുഅല്ലഫത്തുൽ ഖുലൂബ്, ഹൃദയമണക്കപ്പെട്ടവർ. അതിൻ്റെ ഗണത്തിൽ 3 വിഭാഗത്തെ എണ്ണിയിട്ടുണ്ട് ഫുഖഹാക്കൾ. ഒന്ന്, ഇസ്ലാമിലേക്ക് കടന്നു വന്നിരിക്കുന്ന ആളുകളാണ്. മറ്റൊന്ന്, ഇസ്ലാമിലേക്ക് കടന്നു വരാൻ സാധ്യതയുള്ള, മാനസികമായിട്ട് ചെറിയ അടുപ്പമുള്ള കുഫാറുകളാണ്, അവർക്ക് കൊടുക്കാം. മൂന്നാമതൊരു വിഭാഗം ഇസ്ലാമിനോട് ശത്രുത വെക്കുന്ന ശത്രുക്കളാണ്. ഈ ശത്രുക്കൾ എന്ത് ചെയ്യുന്നുണ്ട്? മുസ്ലിമീങ്ങളെ ഉപദ്രവിക്കുന്നുണ്ട്, അവരെ നാടുകളിൽ വലിയ അക്രമം ഉണ്ടാക്കുന്നുണ്ട്, സമ്പത്ത് കൊള്ളയടിക്കുന്നുണ്ട്. അവർക്ക് സക്കാത്തിൻ്റെ മുതൽ കുറച്ച് കൊടുത്താൽ അവരടങ്ങിയിരിക്കുമോ? എന്നെന്ത് ചെയ്യാം? കൊടുക്കാമെന്നാണ് ഇസ്ലാം പറയണത്. അവരുടെ ഫിത്നയെ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട്, മുസ്ലിമീങ്ങളുടെ രക്തം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്, അവരുടെ സമ്പത്ത് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് സക്കാത്ത് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഈ ശത്രുക്കൾക്ക് കൊടുക്കാം. സക്കാത്തിൻ്റെ മുതൽ വരെ അവർക്ക് കൊടുക്കാമെന്ന് ഇസ്ലാം നിയമം വെച്ചിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാ? നമ്മുടെ ജീവന് വിലയുണ്ട് എന്നുള്ള കാരണത്താലാണ്. അത് അങ്ങനെ ഹനിക്കപ്പെടേണ്ടതല്ല എന്നുള്ള കാരണത്താലാണ്. പക്ഷെ ഇവിടെ പ്രതിരോധം എന്ന് പറയുന്നത് നടത്തുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? 50,000-ഓളം ആളുകൾ മരിച്ചു വീഴുന്നു. അവിടെയുള്ള ബിൽഡിങ്ങുകൾ മുഴുവനും, ഒരു നാട് മുഴുവൻ കുട്ടിച്ചോറാകുന്നു. അവിടെയുള്ള ഹോസ്പിറ്റലുകൾ, അവിടെയുള്ള മദ്രസകൾ, പള്ളികൾ, സകലതും തകർന്നടിയുന്നു. കയറി കിടക്കാൻ ഒരു കൂരയുമില്ലാതെ ലക്ഷക്കണക്കിന് ആളുകൾ, 20 ലക്ഷത്തോളം വരുന്ന ആളുകൾ എന്ത് ചെയ്യുന്നു? വഴിയാധാരമായി തീരുന്നു. എന്നിട്ട് ഞങ്ങൾ വിജയിച്ചു എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു? ആഹ്ലാദിക്കുന്നു. എത്ര വിരോധാഭാസമാണിത്! അപ്പോൾ ജിഹാദിന് ഇസ്ലാം ചില നിയമങ്ങൾ വച്ചിട്ടുണ്ട്. അത് പാലിക്കുന്നില്ല എങ്കിൽ വലിയ അപകടം ഉണ്ടാകും. അപ്പോൾ ഈ രീതിയിൽ ഏറ്റവും അപകടം പിടിച്ചിരിക്കുന്ന അവരുടെ ഒരു വാദമാണ് ഈ പറയുന്ന തൗഹീദി പ്രബോധനം എന്ത് ചെയ്തിട്ടുണ്ട്? അവസാനിച്ചിട്ടുണ്ട്. ഇനി അതല്ല, അതിനത് പ്രസക്തിയില്ല എന്ന് പറയും. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ആദ്യം സൂചിപ്പിച്ചതുപോലെ, ഒരു സമൂഹത്തിൽ ഏത് പ്രശ്നങ്ങളുണ്ട് എങ്കിലും അതിൻ്റെ പരിഹാരത്തിൽ ഒന്നാമത്തെ പരിഹാരം എന്താണ്? യഥാവിധം ഇബാദത്ത് അള്ളാഹുവിനാക്കി തീർക്കുക എന്നുള്ളതാണ്. ഇബാദത്ത് ഒരു സമൂഹം അള്ളാഹുവിന് മാത്രമാക്കി തീർത്തിട്ടുണ്ട് എങ്കിൽ അവർക്ക് അള്ളാഹു സംരക്ഷണമേകും. അവർ അള്ളാഹുവിനുള്ള ഇബാദത്തിലേക്ക് തിരിഞ്ഞിട്ടുണ്ട് എങ്കിൽ അള്ളാഹു രക്ഷക്കെത്തും. മക്കയിലുള്ള മുശ്രിക്കീങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വ തആല സഹായിച്ചിട്ടില്ലേ? മക്കയിലുള്ള മുശ്രിക്കീങ്ങൾ എന്ത് ചെയ്തു? അവരുടെ കഥ പരിശുദ്ധ ഖുർആൻ പറഞ്ഞു തരുന്നുണ്ട്. അവർ കപ്പലിലൂടെ സഞ്ചരിക്കും. അങ്ങനെ കപ്പൽ യാത്ര ചെയ്യുമ്പോൾ മുങ്ങിപ്പോകുമെന്ന് ഭയപ്പെട്ട് കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും? ദഅവുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ, അവർ തൗബ ചെയ്യും. എന്നിട്ട് ഇഖ്ലാസോട് കൂടിയിട്ട് അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യും. അവരുടെ വിഗ്രഹങ്ങൾ എടുത്ത് എന്ത് ചെയ്യും? കടലിൽ എറിയും. ഈ സമയത്ത് അള്ളാഹു എന്ത് ചെയ്യും? ഫലമ്മാ നജ്ജാഹും ഇലൽ ബർരി ഇദാ ഹും യുശ്രികൂൻ. അങ്ങനെ അള്ളാഹു രക്ഷപ്പെടുത്തുന്ന ഈ കുഫാറുകൾ, മുശ്രിക്കീങ്ങൾ എന്ത് ചെയ്തപ്പോൾ ഇഖ്ലാസോടെ അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യുന്നവരായി മാറിയപ്പോൾ അള്ളാഹു രക്ഷപ്പെടുത്തുകയാണ്. തൗഹീദാണ് ഒരു സമൂഹത്തിൻ്റെ, ഒരു വ്യക്തിയുടെ, കുടുംബത്തിൻ്റെ ഏത് പ്രശ്നങ്ങൾക്കും ഒന്നാമത്തെ പരിഹാരം തൗഹീദാണ്. അതിലേക്ക് ആര് നിഷ്കളങ്കമായി മാറുന്നുവോ, മടങ്ങുന്നുവോ, അവർക്ക് എന്തുണ്ട്? അള്ളാഹുവിൻ്റെ സംരക്ഷണം ഉണ്ടാകും. എന്നാൽ ഈ വിഷയത്തിൽ വലിയ പിഴവ് എന്ത് ചെയ്തിട്ടുണ്ട്? ഈ വിഭാഗത്തിന് സംഭവിച്ചിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ സൃഷ്ടിച്ചത് തന്നെ ഇബാദത്ത് അള്ളാഹുവിന് അർപ്പിക്കുക എന്നുള്ളതാണ്.
തൗഹീദുൽ ഇൽമിയും തൗഹീദുൽ അമലിയും. 7 ആകാശങ്ങളെ അള്ളാഹു സൃഷ്ടിച്ചു, അതേപോലെ ഭൂമിയെയും 7 സൃഷ്ടിച്ചു. എന്തിനു വേണ്ടിയിട്ടാണ് അള്ളാഹു പറയുന്നുണ്ട്? ലിതഅലമു അന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ വ അന്നല്ലാഹ ഖദ് അഹാത ബികുല്ലി ഷൈഇൻ ഇൽമാ. ഇതറിയാൻ വേണ്ടിയിട്ടാണ്. അള്ളാഹുവിൻ്റെ ഖുദ്റത്തിനെ നിങ്ങൾ മനസ്സിലാക്കാനാണ്. അള്ളാഹു സകലതും അറിയുന്നവനാണ്. എല്ലാത്തിലും എല്ലാ വസ്തുക്കളിലും അള്ളാഹുവിൻ്റെ ഇൽമ് വ്യാപകമായിരിക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അതിനാണ് തൗഹീദുൽ ഇൽമി എന്ന് പറയുന്നത്. തൗഹീദുൽ അസ്മാഇ വസിഫാത്തുമായി ബന്ധപ്പെട്ട തൗഹീദുർ റുബൂബിയ്യത്തുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യമാണത്. അതിൽ ഈ പറയുന്ന ഇഖ്വാനികളായ ആളുകൾക്ക് വലിയ പിഴവ് സംഭവിച്ചിട്ടുണ്ട്. അവരുടെ പല നേതാക്കന്മാരും പറഞ്ഞിരിക്കുന്ന വാദം ശരിയായ വാദമായിട്ട് അവർ പറയുന്നത് തൗഹീദുൽ അസ്മാഇ വസിഫാത്തിൽ ശരിയായ ഇത് തഫ്വീലിൻ്റെ വാദമാണ് എന്ന് അവരിൽ പല നേതാക്കന്മാരും പറഞ്ഞിട്ടുണ്ട്. തഫ്വീൽ എന്ന് പറഞ്ഞാൽ ബിദ്ഈകളുടെ വാദങ്ങളിൽ ഏറ്റവും ഷർറായ വാദമാണ് തഫ്വീലിൻ്റെ വാദം. എന്നാൽ എന്തെന്ന് വെച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ചില സിഫാത്തുകൾ അള്ളാഹു പറഞ്ഞതാണ്. അള്ളാഹുവിനെ കുറിച്ച് അർ റഹ്മാനു അലൽ അർശി ഇസ്തവ അള്ളാഹ് പറഞ്ഞതാണ്. അല്ലെങ്കിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചില കാര്യങ്ങൾ പറയുന്നു, അള്ളാഹുവിൻ്റെ ഗുണങ്ങൾ. ഇവർ പറയുന്നു അതിൻ്റെ ആശയം എന്താണെന്ന് ആർക്കറിയില്ല, നമുക്കറിയില്ല. അത് അള്ളാഹുവിനെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. എന്താണ് അതുകൊണ്ട് അർത്ഥമെന്ന് നമുക്കറിയാൻ പാടില്ല എന്നാണ് ഇവർ പറയുന്നത്. തഫ്വീലിൻ്റെ ആളുകൾ പറയണത് അതെന്താണെന്ന് നമുക്കറിയാൻ പാടില്ല. അഹ്ലുസുന്ന പറയുന്നത് അള്ളാഹു അർശിൻ്റെ മേൽ അതിന് ഉപരിയിലായിരിക്കുന്നു എന്നാണ്. അതാണ് അതിൻ്റെ അർത്ഥം. എന്നാൽ അതിൻ്റെ കൈഫിയത്ത് നമുക്കറിയാൻ പാടില്ല. എങ്ങനെയാണ് നമുക്കറിയാൻ പാടില്ല? അള്ളാഹുവിൻ്റെ മഹത്വത്തിന് യോജിച്ച നിലയിൽ അള്ളാഹു എന്ത് ചെയ്തിട്ടുണ്ട്? അർശിൻ്റെ മേൽ ഇസ്തിവ ആയിട്ടുണ്ട്. എങ്ങനെയാണ് നമുക്കറിയാൻ പാടില്ല. എന്നാൽ ഇവർ എന്ത് ചെയ്യാണ്? ഇതിൻ്റെ മാന എന്താണെന്ന് നമുക്കറിയാൻ പാടില്ല. അതവർ ഇതിൻ്റെ അനന്തരഫലം എന്താണെന്ന് അറിയാമോ? ഇതാണ് ഏറ്റവും ബിദ്ഈകളുടെ വാദങ്ങളിൽ ഏറ്റവും ഷർറ് നിറഞ്ഞതാണ് എന്ന് പറയാനുള്ള കാരണം എന്താ? ഇതിൻ്റെ നതീജ എന്താണെന്ന് വെച്ചാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ വിവരമുള്ളവരാണ് ഞങ്ങൾ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമുക്ക് പറഞ്ഞു തരാണ്. ഈ പറഞ്ഞു തരുന്ന റസൂലിന് എന്തറിയില്ല? ഈ പറയുന്ന കാര്യം എന്താണെന്ന് അറിയാൻ പാടില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല വഹി ഇറക്കുന്നു വളരെ വ്യക്തമായി കൊണ്ട് അറബി ഭാഷയിൽ അവതരിപ്പിക്കപ്പെട്ടതാണ് പരിശുദ്ധ ഖുർആൻ. ഇതിലെ പല കാര്യങ്ങളും വ്യക്തമല്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തങ്ങൾക്ക് വരെ അറിയില്ല, സ്വഹാബികൾക്കറിയില്ല ഇതെന്താണ് ഈ പറയുന്നതെന്ന്. പക്ഷെ ഞങ്ങൾ എന്ത് ചെയ്യുന്നു? ഞങ്ങളുടെ ബുദ്ധിയാണ് അതിനേക്കാളും മികച്ചത് എന്നാണ് ഇത് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ബിദ്അത്തിന്റെ വാദങ്ങളിൽ ഏറ്റവും ഷർറ് നിറഞ്ഞതാണെന്നാണ്. അസ്മാഉ സിഫാത്തിൽ മാത്രമല്ല, തൗഹീദിൻ്റെ ഏറ്റവും മർമ്മപ്രധാനമായ ഉലൂഹിയത്തിൽ വളരെയധികം വ്യതിചലിച്ചവരാണ് ഇവരുടെ സ്ഥാപക നേതാവ് തന്നെ. അദ്ദേഹം തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരുടെ സൂഫി തരീഖത്തുകൾ നടത്തുന്ന മജ്ലിസുകളിൽ റാത്തിബുകളിൽ പങ്കെടുക്കുകയും അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ മജ്ലിസുകളിൽ വന്ന് അവർക്ക് പാപമോചനം കൊടുക്കും എന്നെല്ലാം പാടിയാളാണ്. സ്ഥിരം വെള്ളിയാഴ്ചകളിൽ അദ്ദേഹം ചില ഖബറുകൾ സന്ദർശിക്കുമായിരുന്നു. ഈജിപ്തിലെ അറിയപ്പെട്ടതായ ചില മഖബറകൾ, ആ മഖബറകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഓരോ വെള്ളിയാഴ്ചകളും അദ്ദേഹം യാത്ര ചെയ്യുമായിരുന്നു, അവിടെ ചെലവഴിക്കുമായിരുന്നു. അങ്ങനെ ഇവരുടെ ശിർക്ക്പരമായ പല പല കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പോൾ ചില ആളുകൾ പറയും അദ്ദേഹം ശിർക്കിനെ എതിർത്തുകൊണ്ട് പല കാര്യങ്ങളും പറയുന്നുണ്ടല്ലോ. അത് ഈ പറയുന്ന ദ്വിമുഖത്തിൻ്റെ ലക്ഷണമാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ഖുത്ബ എഴുതപ്പെട്ടതുണ്ട്. അദ്ദേഹം ഒരു പ്രസിദ്ധമായ അവിടെയുള്ള കുപ്രസിദ്ധമായ ഒരു മഖബറയിൽ ഒരു പ്രഭാഷണം നടത്തുന്നുണ്ട്. അതിൽ ഒരു വാക്ക് പോലും, അവിടെ ധാരാളം ശിർക്കുകൾ നടക്കുന്ന ഒരു മഖബറയാണ്, ഒരു വാക്ക് പോലും അദ്ദേഹം ചെയ്യുന്നില്ല. ആ പ്രസംഗത്തിൽ അവിടെ നടക്കുന്ന ശിർക്കുകളെ കുറിച്ച് പറയുന്നതായിട്ടില്ല. വേറെ പല കാര്യങ്ങളും പറയുന്നുണ്ട്. അവരുടെ രാഷ്ട്രീയ മുന്നേറ്റങ്ങൾക്ക് സഹായകരമാകുന്ന പല കാര്യങ്ങളും പറയുന്നുണ്ട് എന്നല്ലാതെ ശിർക്കുകളെ, ബിദ്അത്തിനെ സംബന്ധിച്ച് ശിർക്കുകളെ സംബന്ധിച്ച് എന്ത് ചെയ്യുന്നില്ല, സംസാരിക്കുന്നില്ല. ഇത് തൗഹീദിൽ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? വലിയ രീതിയിൽ അവർക്ക് പിഴവ് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതിനുള്ള ഉദാഹരണമാണ്. നമ്മൾ പറഞ്ഞു തൗഹീദാണെന്ത്? ഒരാൾ സത്യത്തിലേക്ക് മടങ്ങലാണ്. അള്ളാഹുവിൻ്റെ രക്ഷ ലഭിക്കാൻ അല്ലെങ്കിൽ പ്രതിസന്ധികൾ വരുമ്പോൾ അതിൽ നിന്ന് കരകയറാൻ ഏറ്റവും സഹായകരം അതുതന്നെയാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആനിൽ കാണാം ധാരാളം സ്ഥലങ്ങളിൽ അമ്പിയാക്കൾ ഏത് നാടുകളിൽ പോയി പ്രബോധനം ആരംഭിക്കുമ്പോഴും അവിടെ വ്യത്യസ്ത പ്രശ്നങ്ങളുണ്ടാകും. ഏത് പ്രശ്നത്തെ അഭിമുഖീകരിക്കുമ്പോഴും ഒന്നാമതായിട്ട് അവരോട് പറയുന്നത് എന്താണ്? നിങ്ങൾ അള്ളാഹ്ക്ക് മാത്രം ബാധ്യമാണ്. ഇതാണ് അതിൻ്റെ അടിസ്ഥാനം. അതാണ് അത് ഒരാൾ ശരിയായി കഴിഞ്ഞാൽ, ശരിയായ വിധം അള്ളാഹുവിന് ഇബാദത്ത് ചെയ്ത് കഴിഞ്ഞാൽ മറ്റുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യും? അള്ളാഹു പരിഹരിച്ചു കൊടുക്കും. എവിടെയാണോ തൗഹീദിൽ ഭംഗം വരുന്നത്
അവിടെ പല പ്രശ്നങ്ങളും എന്ത് ചെയ്യും, നേരിടുമെന്നുണ്ടാണ്. നൂഹ് അലൈഹി വസ്സലാമിൻ്റെ ചരിത്രം പറയുന്നിടത്ത് കാണാം, ലഖദ് അർസൽനാ നൂഹൻ ഇലാ ഖൗമിഹി ഫഖാല യാ ഖൗമി അബ്ദുല്ലാഹ് മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറു ഇന്നി അഖാഫു അലൈക്കും അദാബ യൗമിൻ അദീം. അള്ളാഹുവിൻ്റെ കഠിനമായ ശിക്ഷ ഞാൻ പേടിക്കുന്നു, നിങ്ങൾ അള്ളാഹ്ക്ക് മാത്രം ഇബാദത്ത് ചെയ്യണം. ഏറ്റവും വിചിത്രമായ കാര്യം എന്താണെന്ന് അറിയാമോ? നമ്മുടെ നാടുകളിൽ ചില ഈ ചിന്താധാര വച്ചു പുലർത്തുന്ന ആളുകളുണ്ട്. ഇപ്പോൾ നൂഹ് അലൈഹിസ്സലാമിൻ്റെ കാലത്ത് നൂഹ് അലൈഹിസ്സലാം പ്രബോധനം ചെയ്തു. വദ്, സുവാ, യഊസ്, യഊഖ്, നസ്ർ പോലുള്ളതായ സ്വാലിഹീങ്ങൾക്ക് ഇബാദത്ത് ചെയ്യാൻ പാടില്ല, അള്ളാഹുവിന് മാത്രമേ ഇബാദത്ത് പാടുള്ളൂ. ധാരാളം വർഷത്തോളം അദ്ദേഹം ദഅവത്ത് ചെയ്തു, ആളുകൾ സ്വീകരിച്ചില്ല. അവസാനം ആ സമൂഹത്തെ അള്ളാഹു നശിപ്പിക്കുകയാണ്, മുക്കി നശിപ്പിക്കുകയാണ്. ഈ സമയത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല നൂഹ് അലൈഹിസ്സലാമിനെയും വിശ്വാസികളായ ആളുകളെയും രക്ഷപ്പെടുത്തുന്ന ചരിത്രം പറയുന്നുണ്ട്. അവിടെ തൻ്റെ മകൻ ഈ പറയുന്ന മുഅ്മിനീങ്ങളുടെ പക്ഷത്തല്ല, നൂഹ് അലൈഹിസ്സലാമിൻ്റെ കൂടെ കപ്പലിൽ കയറിയിട്ടില്ല. അപ്പോൾ മകൻ ഇങ്ങനെ വെള്ളത്തിൽ മുങ്ങുന്നത് കാണുമ്പോൾ നൂഹ് അലൈഹിസ്സലാം വിളിച്ചു പറയാണ്, യാ ബുനയ്യ ഇർകബ് മഅനാ വലാ തകും മഅൽ കാഫിരീൻ. എന്തിനാണ് അള്ളാഹു സുബ്ഹാനഹു തആല വെള്ളപ്പൊക്കം കൊണ്ടുവന്നത്? അള്ളാഹു ഏതൊരു സംഭവം ഭൂമിയിൽ ഒരു ഇല വീഴുന്നുണ്ട് എങ്കിൽ അള്ളാഹ്ക്കറിയാം, യാദൃശ്ചികമല്ല. ഭൂമിയിൽ നടക്കുന്ന ഏത് കാര്യവും യാദൃശ്ചികമല്ല, അത് അള്ളാഹുവിൻ്റെ ഹിക്മത്തോടു കൂടി നടക്കുന്നതാണ്. ഒരു വെള്ളപ്പൊക്കം ഉണ്ടായതിന് കാരണമുണ്ട്, അതവർക്ക് നൽകിയ ശിക്ഷയാണ്. പലപ്പോഴും ഇങ്ങനെ പല പല ശിക്ഷകൾ വ്യത്യസ്ത സമൂഹങ്ങളിൽ വന്നിട്ടുമുണ്ട്. ഇതറിയാവുന്നവരാണ് മുഅ്മിനീങ്ങൾ. നമ്മുടെ നാടുകളിലും ഷിർക്കും കുഫറും അതേപോലെ തന്നെ പരസ്യമായ തിന്മകളും വ്യാപിക്കുമ്പോൾ പല പല നാശങ്ങൾ നമ്മുടെ നാടുകളിൽ ഉണ്ടാവാറുണ്ട്. അതാണ് അതിൻ്റെ കാരണമെന്ന് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. പലപ്പോഴും നമ്മുടെ നാടുകളിൽ ഇങ്ങനെയുള്ള ഏതെങ്കിലും അള്ളാഹുവിൻ്റെ ശിക്ഷകൾ ഇറങ്ങുമ്പോൾ ഇത് പറഞ്ഞു കൊടുക്കാൻ ആളുകളില്ല എന്നുള്ളതാണ് വലിയ വിചിത്രമായൊരു കാര്യമാണ്. നൂഹ് അലൈഹിസ്സലാം മകനെടുത്ത് പറയാണ്, ഇത് അള്ളാഹുവിൽ നിന്നുള്ള ശിക്ഷയാണ്, മരിക്കാൻ പോവാണ്. അപ്പോൾ കയറിട്ട് കൊടുത്തിട്ട് കയറ്റാൻ നോക്കണം. അപ്പോൾ നൂഹ് അലൈഹിസ്സലാം പറയാണ്, വലാ തകും മഅൽ കാഫിരീൻ, മുഅ്മിനാക്ക് പാ കപ്പലിലേക്ക് കയറ്, കാഫിരീങ്ങളുടെ നിലപാട് നീ സ്വീകരിക്കരുത്, മുഅ്മിനായിട്ടും കൂടെ വരാനാണ് പറയണേ, അല്ലാതെ നിന്നെ രക്ഷപ്പെടുത്താം കപ്പലിൽ കയറാനാണോ പറയണേ? നീ കാഫിറുകളുടെ സ്വഭാവം ഉപേക്ഷിക്ക്, എന്നിട്ട് എന്ത് ചെയ്യും? മുഅ്മിനാക്കാനാണ് പറയണത്. വെള്ളത്തിൽ മുങ്ങാൻ പോകുന്ന മകനോട് പറയണത് അതാണ്. നമ്മുടെ നാടുകളിൽ എന്താ ചെയ്ത്? അത് ഇവർ പറയുന്നത് ഞങ്ങൾക്ക് തൗഹീദ് മനസ്സിലായി, ഇനി തൗഹീദ് പഠിപ്പിക്കേണ്ടതൊക്കെ ആവശ്യമില്ല എന്നാണ് ഇവർ പറയുന്നത്. ഇനി ഞങ്ങൾക്ക് തൗഹീദ് പഠിപ്പിക്കേണ്ട കാര്യമില്ല, വേറെ എന്തെല്ലോ വിഷയങ്ങളുണ്ടെന്നാണ് ഇവർ പറയണത്. എന്നിട്ട് കേരളത്തിലൊരു പ്രശ്നം ഉണ്ടായപ്പോൾ ഈ പറയുന്ന ആളുകൾ വിഗ്രഹങ്ങൾ പ്രതിഷ്ഠിക്കാൻ പോയി. വെള്ളം കയറി കിടക്കുന്ന വിഗ്രഹങ്ങളെ എണ്ണയിട്ട് മിനുസപ്പെടുത്തി വിഗ്രഹപ്രതിഷ്ഠ നടത്തുന്നു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എത്ര ഗുരുതരമായ കാര്യമാണ്! തൗഹീദ് മനസ്സിലാക്കിയ ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണിത്. അപ്പോൾ ഇത് വളരെ ഗുരുതരമായിരിക്കുന്ന കാര്യമാണ്. ഇത് ഏതെങ്കിലും സംഘടന ചെയ്തു എന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ ഈ മെൻറ്റാലിറ്റി വന്നിരിക്കുന്ന പല ആളുകളുടെയും അതിനെ വലിയ രീതിയിൽ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് രംഗത്ത് വന്നത് കാണാം. ആളുകൾക്ക് മാനുഷികമായ സഹായങ്ങൾ ചെയ്യേണ്ടതുണ്ട്, അത് വേണ്ടതില്ല. പക്ഷേ വിഗ്രഹങ്ങളെ തുടച്ചു വൃത്തിയാക്കുകയും അത് പുനഃപ്രതിഷ്ഠ നടത്തുകയും ചെയ്യുക എന്നുള്ളത് മുഅ്മിന് പറഞ്ഞ പണിയല്ല. വിഗ്രഹങ്ങളെ അപകടം എന്താണെന്ന് പറഞ്ഞു കൊടുക്കാൻ നിയോഗിക്കപ്പെട്ടവരാണ് മുഅ്മിനുകൾ. എന്തുകൊണ്ടാണ് ഈ അപകടങ്ങൾ സമൂഹത്തിന് ബാധിക്കുന്നത്? അത് ഇതുപോലുള്ള കാരണങ്ങളാണ് എന്ന് പറഞ്ഞു കൊടുക്കേണ്ടവരാണ് മുഅ്മിനീങ്ങൾ. പക്ഷേ തൗഹീദ് ഞങ്ങൾക്ക് വ്യക്തമായി എന്ന് പറയുന്ന ആളുകളുടെ അവസ്ഥയാണിത്. അപ്പോൾ ഇത് അംബിയാക്കൾ ഹൂദ് അലൈഹിസ്സലാം ആ സമൂഹത്തിലേക്ക് വന്നുകൊണ്ട് പറയുന്നതാണ്. വളരെ അഹങ്കാരികളായിരുന്നു അവർ. അവർ പറയുന്നത് ഞങ്ങളെക്കാൾ ശക്തരായി മറ്റാരും തന്നെയില്ല എന്ന് അഹങ്കരിച്ച ഒരു സമൂഹത്തിലേക്ക് ഹൂദ് അലൈഹിസ്സലാം പോയിട്ട് പറയാണ്. എന്താണ് പറയുന്നത്? യാ ഖൗമി അബ്ദുല്ലാഹ് മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറു. അല്ലയോ സമൂഹമേ, നിങ്ങൾ ഇബാദത്ത് അള്ളാഹ്ക്ക് മാത്രമാക്കണം, ഇബാദത്ത് നിങ്ങൾ അള്ളാഹുവിൻ്റെ മാത്രമാക്കണം, അള്ളാഹു അല്ലാതെ മറ്റൊരു ഇലാഹും എന്തില്ല, നിങ്ങൾക്കില്ല. സ്വാലിഹ് അലൈഹിസ്സലാം ഇത് തന്നെയാണ് പറയുന്നത്. സാമ്പത്തിക ക്രയവിക്രയങ്ങളിൽ ചതിവും തട്ടിപ്പും നടത്തുന്ന ഷുഐബ് അലൈഹിസ്സലാം അവരുടെ സമൂഹത്തിൽ പോയിട്ട് ഇത് തന്നെയാണ് പറയുന്നത്, അള്ളാഹ്ക്ക് മാത്രം നിങ്ങൾ ഇബാദത്താക്കണം. അപ്പോൾ ഇതാണ് ഏതൊരു പ്രശ്നത്തിനും അടിസ്ഥാനപരമായ പരിഹാരം എന്നിരിക്കെ ഇവരുടെ ഏറ്റവും അപകടം പിടിച്ചിരിക്കുന്ന ഒരു വാദമാണെന്ത്? തൗഹീദ് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്, ഇനി നിങ്ങൾ എന്ത് ചെയ്യേണ്ടതില്ല,
തൗഹീദ് പറയേണ്ടതില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല ഇങ്ങനെയുള്ള ആളുകൾ എന്തിനാണോ അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചത്, അതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണോ അതിലേക്ക് ആളുകളെ ക്ഷണിക്കുന്ന, ലാ ഇലാഹ ഇല്ലല്ലാഹയെക്കുറിച്ച് അതിൻ്റെ ശുറൂത്തുകൾ വിവരിക്കുന്ന, അതിൻ്റെ അർക്കാനുകൾ പറയുന്ന, അതിൻ്റെ താല്പര്യം പറയുന്ന ഒരു ക്യാമ്പയിൻ എന്തുകൊണ്ട് ഇവർ നടത്തുന്നില്ല? അപ്പോൾ തൗഹീദിൽ നിന്ന് മനുഷ്യൻ അകന്നു പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇസ്ലാമിന് തകർച്ചയുണ്ട് എന്ന് ശത്രുക്കൾ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതേപോലെ തന്നെ വ്യത്യസ്ത മേഖലകളിൽ ഇവർക്ക് ധാരാളം അപകടങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഇവരുടെ നേതൃത്വത്തിൽപ്പെട്ട ചില ആളുകൾ പറയുന്നത് കാണാം. ഇവരുടെ സ്ഥാപക നേതാവാണ് ഹസനുൽ ബന്ന. ഹസനുൽ ബന്ന പറയാണ്, ലൈസ തഹറഖതുന മുവജ്ജഹത്തുൻ ضد عقيدة من العقائد أو دين من الأديان أو طائفة من الطوائف. ഞങ്ങളുടെ ഈ മൂവ്മെൻറ്റ്, ഞങ്ങളുടെ ഈ സംഘടന അത് ഏതെങ്കിലും ഒരു അഖീദയ്ക്ക് വിരുദ്ധമല്ല. എല്ലാ അഖീദയും ഞങ്ങൾക്ക് സ്വീകാര്യമാണെന്നർത്ഥം. ഏതെങ്കിലും ഒരു ദീനിന് വിരുദ്ധമല്ല. എല്ലാ ദീനും ഞങ്ങൾക്ക് സ്വീകാര്യമാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ചില മുർഷിദുൽ ആം, ചില മസീഹികളുടെ, നസ്വാറാക്കളുടെ ചില യൂത്ത് മൂവ്മെൻറ്റുകളിൽ അംഗമായിരുന്നു എന്നാണ്. ഇവരുടെ മുർഷിദുൽ ആം എന്ന് പറഞ്ഞാൽ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ടിരിക്കുന്ന നേതാവാണ്. നസ്വാറാക്കളുടെ ചില യൂത്ത് മൂവ്മെൻറ്റുകളിൽ അംഗമായിരുന്നു അദ്ദേഹം. അതേപോലെ തന്നെ ഏതെങ്കിലും ഒരു വിഭാഗത്തിനെതിരല്ല ഞങ്ങൾ, എല്ലാവരെയും കൂട്ടുക എന്നുള്ളതാണ് എന്ത് അവരുടെ രീതി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതല്ല പഠിപ്പിച്ചത്. അല്ലാഹു പറയുന്നത്, ഹുവല്ലദീ അർസല റസൂലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ്, ഹുദയും ദീനുൽ ഹഖുമായി അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തിട്ടുണ്ട്? അവൻ്റെ റസൂലിനെ അയച്ചു. എന്തിനാണ്? ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലി വലൗ കരിഹൽ മുശ്രിക്കീൻ. മുശ്രിക്കീങ്ങൾക്ക് എത്ര വെറുപ്പാണെങ്കിലും മറ്റുള്ള ദീനുകളുടെ മേൽ അത് ജയിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്. ഏതിലൂടെ പോയാലും സ്വർഗത്തിലെത്താം എന്നുള്ള ധാരണയല്ല ഇസ്ലാം പഠിപ്പിക്കുന്നത്. പക്ഷേ ഇവർ പറയുന്നത് ഞങ്ങൾ ഏതെങ്കിലും ഒരു സംഘങ്ങൾക്കോ അല്ലെങ്കിൽ ദീനിനോ ഏതെങ്കിലും ഒരു വിഭാഗത്തിനോ എതിരല്ല ഞങ്ങളുടെ മൂവ്മെൻറ്റ് എന്നുള്ളതാണ്. ഖർളാവി പറയുന്നത് കാണാം, ഇന്നൽ ഹുരിയ മുഖദ്ദമത്തുൻ അലാ തത്ബീഖി ശരീഅ. ശരീഅത്ത് പ്രായോഗികവൽക്കരിക്കുന്നതിനേക്കാൾ മുൻഗണന കൊടുക്കേണ്ടത് എവിടെയാണ്? ആളുകളുടെ സ്വാതന്ത്ര്യത്തിനാണ്. ഏതെങ്കിലും ശർഈൻ്റെ നിയമങ്ങൾ പ്രാവർത്തികമാക്കുന്നതിൽ ഏതെങ്കിലും സമൂഹത്തിൻ്റെ അവരുടെ സ്വാതന്ത്ര്യത്തിന് വിലങ്ങായി നിൽക്കുന്നുണ്ടോ? എന്നാൽ അവിടെ എന്തിനു മുൻഗണന കൊടുക്കണം? ആളുകളുടെ സ്വാതന്ത്ര്യത്തിനാണ് മുൻഗണന കൊടുക്കേണ്ടത്, ശരീഅത്ത് നടപ്പിലാക്കുന്നതിലല്ല എന്ന് അദ്ദേഹം പറയുന്നത് കാണാം. വീണ്ടും അദ്ദേഹം പറയുന്നുണ്ട്, അന ദിദ്ദു ദൗലത്തി ദീനിയ്യ തമാമൻ. ഖർളാവി പറയുന്നതാണ്, മതരാഷ്ട്രവാദത്തിന് സമ്പൂർണ്ണമായിട്ടും എതിരാണ് ഞാൻ. ഫലസ്ന ദൗല മശായിഖ്, ഷേഖന്മാർ പണ്ഡിതന്മാർ നയിക്കുന്ന രാജ്യമല്ല ഞങ്ങളുടെ രാജ്യം, അതല്ല ഞങ്ങൾ രൂപകൽപ്പന ചെയ്യുന്ന രാജ്യം. അല്ലാഹു അക്ബർ. അപ്പോൾ ഇവർ നമ്മൾ പറഞ്ഞ ദ്വിമുഖം ഉണ്ടെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച ഇവരുടെ കേരളത്തിലെ നേതാവ് പറയുന്നുണ്ട്, ഞങ്ങൾ ഒരിടത്തും മതരാഷ്ട്രവാദം പറഞ്ഞിട്ടില്ല. എന്നിട്ട് അടുത്ത വാക്കിൽ ചോദിക്കും, അള്ളാഹുവിൻ്റെ ഹുക്കുമ് വരണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമില്ലേ? ഏത് മുഅ്മിനാണ് അതിനെ എതിർക്കാൻ സാധിക്കുക എന്ന് അടുത്ത സെൻറ്റൻസിൽ പറയുകയും ചെയ്യും. ഇവിടെ ഖർളാവി പറയാണ്, ഞങ്ങൾ എന്ത് ചെയ്യുന്നില്ല, മതം ഒരു രാഷ്ട്രത്തിൻ്റെ ഭരണമേറ്റെടുക്കുന്നതിനെ സമ്പൂർണ്ണമായി ഞാൻ അതിനെതിരാണ്. ഞങ്ങളുടെ നാട്, ഞങ്ങൾ രൂപകൽപ്പന ചെയ്യുന്ന നാട് എന്തല്ല, മഷായിഖന്മാർ, അതായത് ഉലമാക്കൾ അവരുടെ ഇൽമിനനുസൃതമായി നയിക്കേണ്ടതല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇത് വലിയ അപകടം പിടിച്ചിരിക്കുന്ന കാര്യമാണ്. അതേപോലെ തന്നെ ദീൻ തത്ബീഖ് ചെയ്യുന്നതിനേക്കാൾ സ്വാതന്ത്ര്യത്തിനാണ് മുൻഗണന എന്നാണ് അദ്ദേഹം പറയുന്നത്. പരിശുദ്ധ ഖുർആൻ പറയുന്നത് അങ്ങനെയല്ല. ഇദാ ഖദല്ലാഹു വറസൂലുഹു അംറൻ, അള്ളാഹു റസൂൽ കാര്യം തീരുമാനിച്ച് എന്താണ് ചെയ്യേണ്ടത് വിശ്വാസി? വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖദല്ലാഹു വറസൂലുഹു അംറൻ അൻ യകൂന ലഹുമുൽ ഖിയറ. ഒരു മുഅ്മിന് പിന്നെ അവിടെ സ്വതന്ത്രമായിട്ടൊരു തീരുമാനമില്ല. എന്താണോ അള്ളാഹ് പറഞ്ഞത്, എന്താണോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അതേ ഉള്ളൂ. അതിന് സമ്പൂർണ്ണമായിട്ട് അനുസരിക്കുക എന്നുള്ളതാണ്. പിന്നെ അവൻ്റെ വ്യക്തി താല്പര്യം എന്താണ്, അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ താല്പര്യം എന്താണ്, ഭൂരിപക്ഷത്തിൻ്റെ താല്പര്യം എന്താണ്, ഇത് നോക്കുക എന്നുള്ളതെന്തല്ല, ഇസ്ലാമിൻ്റെ പണിയല്ല എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഖർളാവി വീണ്ടും പറയുന്നത് കാണാം, നെതന്യാഹു ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി, അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ
വമ്പിച്ച ഭൂരിപക്ഷത്തിന് ജയിച്ച സമയത്ത് ഇദ്ദേഹം പറയുന്നൊരു വാക്യമാണ്, ലൗ അന്നല്ലാഹ അർദ നഫ്സ അലന്നാസി മാ അഖദ ഹാദിഹി നിസ്ബ നഊദു ബില്ലാഹ്. എത്ര മോശപ്പെട്ട ഒരു സാധാരണ മനുഷ്യന് പറയാൻ പാടില്ലാത്ത വാക്കാണ് പറയുന്നത്. അള്ളാഹു ഇറങ്ങി വന്ന് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിരുന്നുവെങ്കിൽ അള്ളാഹുവിന് ഈ ഭൂരിപക്ഷം കിട്ടുമായിരുന്നില്ല. നഊദു ബില്ലാഹ്. അത് എത്ര മോശപ്പെട്ട ഒരു വർത്തമാനമാണ് പറയുന്നത് നോക്ക്. അപ്പോൾ ഇതിനെയും ഇൻകിലാബ് വിളിക്കാൻ, ജയ് വിളിക്കാൻ ആളുകളുണ്ട്. നമ്മളെ നേതാക്കൾ എന്തു പറയുന്നു അത് സത്യമാണ് എന്നുള്ളപ്പോൾ ഇത് പരിഹാസമാണ്, കളിയാക്കലാണ്. സലഫികളെ കളിയാക്കിക്കൊണ്ടുള്ള ഒരു പ്രയോഗത്തിലാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ പിടിച്ചിരിക്കുന്നത് ആരെയാണ്? അള്ളാഹുവിനെയാണ്. അള്ളാഹ് ചോദിക്കുന്നുണ്ട് ഖുർആനിൽ, ഖുൽ അബില്ലാഹി വആയാതിഹി വറസൂലിഹി കുന്തും തസ്തഹ്സിഊൻ. മുനാഫിഖുകൾ അല്ലെങ്കിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികൾ കളിയാക്കിയ ആളുകൾ, സഹാബികൾ തീറ്റക്കുതിയന്മാരാണ്, അവർ ഭീരുക്കളാണ് എന്ന് പറഞ്ഞ് ചില ആളുകൾ കളിയാക്കി. അപ്പോൾ അതിൻ്റെ മേൽ കുഫർ സംഭവിച്ചു. അപ്പോൾ അള്ളാഹു ചോദിക്കാൻ പറഞ്ഞതാണ്, ഞങ്ങൾ വെറുതെ തമാശക്ക് പറഞ്ഞതാണ് റസൂലേ എന്നവർ പറയും. അപ്പോൾ അള്ളാഹു ചോദിക്കുകയാണ്, എന്നാൽ അവരോട് പറയേ, അള്ളാഹുവിനെ കൊണ്ട് അവൻ്റെ റസൂലിനെ കൊണ്ടാണോ നിങ്ങളുടെ പരിഹാസം, നിങ്ങളുടെ കളി, നിങ്ങളുടെ തമാശകൾ എന്നുള്ളത് ചോദിക്കുന്നുണ്ട്. വളരെ ഗുരുതരമായ ഒരു മുഅ്മിനിൻ്റെ വായിൽ നിന്ന് വരാൻ പാടില്ലാത്ത കാര്യമാണ്. ഇവരുടെ ഹമാസിൻ്റെ നേതൃസ്ഥാനത്തുണ്ടായ സ്ഥാപക നേതാക്കളിൽപ്പെട്ടയാളാണ് അഹമ്മദ് യാസീൻ. അദ്ദേഹം പറയുന്നത് കാണാം, ലൗ ഫാസൽ ഹിസ്ബു ശുയൂഇ ഫസഅഹ്തരിമു റഗ്ബത അശ്ശുഅബിൽ ഫിലസ്തീനി. മസ്ജിദുൽ അഖ്സയുടെ നാടാണ് ഏത്? ഫിലസ്തീൻ. അഖ്സ നിലകൊള്ളുന്ന നാടാണ്. ഇദ്ദേഹവും അഹമ്മദ് യാസീൻ അതേപോലെ തന്നെ ഇവരുടെ നേതൃത്വത്തിൽ പല ആളുകൾ ഒരേ വാക്കിൽ അവർ പറയുന്നുണ്ട്, ഞങ്ങൾ ഇസ്രായേലുമായി യുദ്ധത്തിലേർപ്പെട്ടിരിക്കുന്നത് മതപരമായ കാര്യത്തിന് വേണ്ടിയിട്ടല്ല. യഹൂദികളോട് ഞങ്ങൾക്ക് യാതൊരു രീതിയിലുള്ള വെറുപ്പുമില്ല, വിദ്വേഷവുമില്ല. അവർ ഞങ്ങളുടെ സഹോദരങ്ങളാണ് പറയുന്നുണ്ട്. അഹമ്മദ് യാസീൻ ഇത് പറയുന്നത് അദ്ദേഹത്തിൻ്റെ വീഡിയോ ക്ലിപ്പ് തന്നെ കിടക്കുന്നുണ്ട്. അവർ ഞങ്ങളുടെ സഹോദരങ്ങളാണ്, മതപരമായ വിഷയത്തിൽ ഞങ്ങൾക്ക് അവരോട് എതിർപ്പില്ല. ഞങ്ങൾ യുദ്ധം ചെയ്യുന്നതിനാണ്, ഞങ്ങളുടെ നാടിന് വേണ്ടിയിട്ടാണ്, ഞങ്ങളുടെ നാട് മോചിപ്പിക്കുക എന്നുള്ളൂ. അപ്പോൾ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, ഇവിടെ എന്താണ് ജനങ്ങളുടെ ഭൂരിപക്ഷ അഭിപ്രായം നോക്കിയിട്ട് എന്ത് ചെയ്തൊരു ഭരണം വരികയാണ്. അപ്പോൾ അത് ഞങ്ങൾ സ്വാഗതം ചെയ്യും. എന്നാൽ ഇവിടെ ഭരിക്കാൻ വരുന്നത് മതനിഷേധികളായ, ആഖിറത്തെ തള്ളിപ്പറയുന്ന കമ്മ്യൂണിസ്റ്റുകളാണ്. അങ്ങനെ ഇവിടെ ഭരണം കിട്ടുന്നതെങ്കിലോ ഞങ്ങളവരെ ബഹുമാനിക്കും. ജനങ്ങളുടെ ആ വിശ്വാസത്തെ ഞങ്ങൾ എന്ത് ചെയ്യും? അത് ഞങ്ങൾ ആദരിക്കും. അവരുടെ താല്പര്യത്തെ ഞങ്ങൾ ആദരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ എത്ര അപകടം പിടിച്ചിരിക്കുന്ന വാദമാണ് ഇവരുടെ. അപ്പോൾ ഏത് രീതിയിലും ഇവർക്ക് അധികാരം കിട്ടുക എന്നുള്ളത് മാത്രമേ ഇവരുടെ ലക്ഷ്യമായിട്ടുള്ളൂ. ഇതേപോലെ തന്നെ മുഹമ്മദ് മഹദി ആക്കിഫ് ഇഖ്വാനികളുടെ പ്രധാനപ്പെട്ട ഒരു നേതാവാണ്. അവരുടെ നേതൃത്വ സ്ഥാനത്തിരുന്ന വ്യക്തിയാണ്. അദ്ദേഹം പറയുന്നത് കാണാം, അശ്ശിഅത്തുൽ ജഅഫരിയ്യ മുത്തഫിഖൂന മഅനാ ഫി ഉസൂലിൽ അഖീദ വനഹ്നു നഅ്തബിറുഹും ഇഖ്വാനുനാ ഫിദ്ദീൻ. ജഅഫരിയാക്കൾ, ഷീഇകൾ, അവർ അഖീദയുടെ അടിസ്ഥാനങ്ങളിൽ ഞങ്ങളുമായിട്ട് ഒരു അഭിപ്രായ വ്യത്യാസമല്ല. ഞങ്ങൾ അവരുമായിട്ട് എന്താണ്? ഏകാഭിപ്രായമാണ്. ശാഖപരമായ കാര്യങ്ങളിലാണ് ഞങ്ങൾ അവരുമായിട്ട് വ്യത്യാസമുള്ളൂ എന്ന് ഇഖ്വാനികളുടെ നേതാവ് പറയാണ്. അതായത് ഷാഫിഈ മദ്ഹബും ഹംബലി മദ്ഹബും ഉള്ള വ്യത്യാസമുണ്ടല്ലോ, അല്ലെങ്കിൽ ഹംബലി മദ്ഹബും ഹനഫി മദ്ഹബും ഉള്ള വ്യത്യാസം മാലിക്കുകളുമായിട്ടുള്ളൂ. ഇതേപോലെ ശാഖാപരമായ വ്യത്യാസമേ ഞങ്ങൾക്ക് ഷിയകളുമായിട്ടുള്ളൂ. അവരെ ഞങ്ങൾ സഹോദരങ്ങളായിട്ടാണ് കാണുന്നത്. അഖീദയിൽ യാതൊരു പിഴവും ഞങ്ങളും അവർ തമ്മിലില്ല. ഒരുപക്ഷെ അദ്ദേഹം പറഞ്ഞ് ശരിയായിരിക്കും. കാരണം അഹ്ലുസുന്നയുടെ പല അഖീദയുമായിട്ട് എന്തില്ല, ഇവർക്ക് ബന്ധമല്ല. അതുകൊണ്ട് ഇവരും അവരുടെയും കാര്യമായിരിക്കും പറഞ്ഞതെന്ന് ചില മനസ്സിലാക്കാം. അഹ്ലുസുന്നയുടെ കാര്യമല്ല എന്ന് നമുക്ക് വേണ്ടി മനസ്സിലാക്കാം. ഏതൊക്കെയാണ് എത്ര അപകടം പിടിച്ചിരിക്കുന്ന കാര്യമാണ്. പരിശുദ്ധ ഖുർആനിനെ തന്നെ യഥാവിധം അവരെന്ത് ചെയ്യുന്നില്ല, അംഗീകരിക്കുന്നില്ല. സ്വഹാബികളിൽ അഖിലത്തെയും അവർ കാഫിറുകളാക്കുകയാണ്. അങ്ങനെയുള്ള ഈ വിഭാഗം അവരുടെ അഇമ്മത്തുകൾ അമ്പിയാക്കളേക്കാൾ ശ്രേഷ്ഠരാണെന്ന് വിശ്വസിക്കണം. അവർ മാസൂമീങ്ങളാണെന്ന് വിശ്വസിക്കണം. അങ്ങനെ വിശ്വസിക്കാത്തവൻ കാഫിറാണ് എന്നാണ് അവരുടെ വിശ്വാസം. ഇങ്ങനെ അപകടം പിടിച്ചിരിക്കുന്ന വിശ്വാസങ്ങൾ വെച്ച് പുലർത്തുന്ന ഇവരുടെ അഖീദയുടെ അടിസ്ഥാനങ്ങൾ ഞങ്ങളുമായിട്ട് എന്താണ് യോജിച്ചതാണ് എന്ന് പറഞ്ഞാൽ, ഒന്നുകിൽ ഇവർ
ആ വിശ്വാസം വെച്ച് പുലർത്തുന്നവരാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലെങ്കിൽ എന്താണ്, വലിയ അപകടമാണ് പറയുന്നത്. ഖാലിദ് മിഷ്അൽ പറയുന്നത് കാണാം, ഹമാസിൻ്റെ നേതൃസ്ഥാനത്തുള്ളയാളാണ്. ഇന്ന ഹറക്കത്ത് ഹമാസ് അൽ ഇബ്നു റൂഹി ലിസൗറത്തിൽ ഖുമൈനി. ഞങ്ങളുടെ ഈ സംഘടന, ഞങ്ങളുടെ മൂവ്മെൻറ്റ്, അത് ഖുമൈനിയുടെ സൗറത്തിൻ്റെ അതിൻ്റെ എന്താണ് പുത്രനാണ്. അതായത് വേറെ ചില റിവായത്തുകളിൽ കാണും ഞങ്ങളുടെ എന്താണ് ആത്മീയാചാര്യനാണ്, ഞങ്ങൾ പ്രസ്ഥാനത്തിൻ്റെ എന്താണ് അതിൻ്റെ ഉപദേഷ്ടാവ്, അല്ലെങ്കിൽ എന്താ ഒരു ആത്മീയമായ നേതാവ്, റൂഹിയായ നേതാവ്, അല്ലെങ്കിൽ അതിൻ്റെ സ്ഥാപകൻ എന്നുള്ള അർത്ഥത്തിലാണ് ഖുമൈനിയുടെ വിപ്ലവത്തിൽ. ഖുമൈനി എന്ന് പറയുന്ന കഠിനമായ കുഫറും ഷിർക്കും സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്നയാളാണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചെല്ലാം പറഞ്ഞിരിക്കുന്ന വാക്കുകൾ നമ്മുടെ മനസ്സിന് കേട്ടാൻ അറപ്പുള്ള വാക്കുകളാണ് പറയണത്. ഇങ്ങനെയുള്ള ആളുകളെ കുറിച്ച് പറയുകയാണ്, അവരാണെന്ത്, നമ്മുടെ ഈ സംഘടനയുടെ ആത്മീയാചാര്യർ എന്ന് പറയുകയാണ്. അതേപോലെ തന്നെ ഇവരുടെ പ്രധാനപ്പെട്ട മറ്റൊരു മേഖലയാണ് ഇൽമു പഠിക്കുന്ന കാര്യത്തിൽ ആളുകളെ വല്ലാതെ എന്ത് ചെയ്യും, പിന്നോട്ട് വലിക്കും. നമ്മുടെ നാടുകളിൽ ധാരാളം ചെറുപ്പക്കാർക്ക് ഈ വിഷയത്തിൽ അപകടം സംഭവിച്ചിട്ടുണ്ട്. ഇൽമാണ് ഒരു വിശ്വാസിയെ യഥാവിധം മുസ്തഖീമായ വഴിയിലൂടെ സഞ്ചരിപ്പിക്കുന്ന കാര്യം. ഒരാൾക്ക് ഇൽമ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, ശരിയായ ഇൽമ കിട്ടി, ഒരാളെ അള്ളാഹു ഖൈർ കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അവനെന്ത് ചെയ്യും, ഫഖീഹാക്കുമെന്നാണ് ദീനിൽ. എന്നാൽ ഇൽമ പഠിക്കുന്ന കാര്യത്തിൽ, അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന കാര്യത്തിൽ ഇവർ വളരെയധികം എവിടെയാണ് പിന്നിലാണെന്ന് മാത്രമല്ല അതിന് നിരുത്സാഹപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. സയ്യിദ് ഖുത്ബ് പറയുന്നത് കാണാം, അമ്മൽ ഇഷ്തിഗാലു ബിൽ ഫിഖ്ഹി അൽ ആൻ അലാ ദാലിക അൻ-നഹ്വി ബിവസ്ഫിഹി അമലൻ ലിൽ ഇസ്ലാമി ഫി ഹാദിഹിൽ ഫിത്ര. ഈ കാലത്ത് ഇസ്ലാമിലെ കർമ്മങ്ങൾ അതേപോലെ അതേ രൂപത്തിൽ നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ട് ഫിഖ്ഹ് പഠിക്കാൻ വ്യാപൃതമാകുന്നത് ഞാൻ വിചാരിക്കുന്നു, അല്ലാഹു അദ്ദേഹം പറയാണ്, അത് അന്നഹു മുദിയഅത്തുൻ ലിൽ ഉംരി വലിൽ അജ്രി അയ്ദാ. ആയുസ് നഷ്ടപ്പെടുത്തി കളയലാണ്, അതേപോലെ തന്നെ പ്രതിഫലവും നഷ്ടപ്പെടുത്തി കളയലാണ്. അതിൻ്റെ ഒന്നുമില്ല, ആവശ്യമില്ല എന്നാണ് അദ്ദേഹം പറയണത്. മാത്രമല്ല ഇതിൽ ചിലപ്പോൾ ധാരാളം ആളുകൾക്ക് എന്തുണ്ടാവും, ഞാനും ഈ പറയുന്ന ഈ ഒരു ചിന്താധാരയിൽ കുറേ കാലം സഞ്ചരിച്ച ആളാണ്. എനിക്ക് വ്യക്തിപരമായിട്ടുള്ള അനുഭവം തന്നെയുണ്ട് ആ വിഷയത്തിൽ. ഇൽമ് നിരുത്സാഹപ്പെടുത്തും, നമ്മളെ പിന്നോട്ടടിക്കും. ജീവിതമെന്ന് പറഞ്ഞാൽ ഇങ്ങനെ എന്താണ്, ഇങ്ങനെ ജിഹാദ് പറഞ്ഞിട്ടിങ്ങനെ നടക്കലാണ്, ആളുകൾ ആവേശം കൊള്ളിക്കലാണ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ആളുകളെ രക്തം തിളപ്പിച്ചിട്ട് എന്ത് ചെയ്യലാണ്, വിടലാണ്. ഇൽമിൽ നിന്ന് ആളുകളെ അകറ്റിവിടുന്നതിൽ ധാരാളം ആളുകളുണ്ടാവും. ഈ വിഷയത്തിൽ അനുഭവമുള്ളതായ ആളുകളുണ്ടാവും. ഇതിൽ വേറെയും ധാരാളം ഉദ്ധരണികളുണ്ട്. അതേപോലെ തന്നെ അപകടം പിടിച്ചിരിക്കുന്ന മറ്റൊരു വാദമാണ്, നമ്മുടെ കേരളത്തിലെല്ലാം ഇതിൻ്റെ വലിയ സ്വാധീനം ഉണ്ട്. വഹദത്തുൽ അദിയാൻ, അല്ലെങ്കിൽ സർവമത സത്യവാദം, അല്ലെങ്കിൽ സർവവേദ സത്യവാദം എന്നെല്ലാം പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്ന ചില ആളുകൾ. ഹസനുൽ ബന്ന പറയുന്നത് കാണാം, ഇന്നൽ ഇസ്ലാമ ഖദ്ദസൽ വഹദത ദീനിയ അൽ ആമ്മ. മൊത്തത്തിലും മതങ്ങളുടെ മുഴുവനും വഹദത്ത്, ഏകോപനം, അത് ഇസ്ലാം എന്താണ് പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അത് ഇസ്ലാം അതിനെ പരിശുദ്ധമായിട്ടാണ് കാണുന്നത്. ഫഖദ അല തഅസ്സുബ്, വിഭാഗീയതയെ ഇസ്ലാം എന്ത് ചെയ്തു, അതിൻ്റെ കഥ കഴിച്ച് കളഞ്ഞിരിക്കുന്നു. എന്നിട്ട് വഫറള അല അബ്നാഇഹി അൽ ഈമാന ബിൽ അദിയാനി സമാവിയ്യതി ജമീഅ. ഇസ്ലാം അതിൻ്റെ മക്കളെ പഠിപ്പിക്കണം എന്താണ്, സമാവിയായ ദീനുകളിലെല്ലാം തന്നെ വിശ്വസിക്കണം എന്നാണ് പഠിപ്പിക്കുന്നത് എന്ന് ഹസനുൽ ബന്ന പറയുകയാണ്. അതായത് രാഷ്ട്രീയമായിട്ടൊരു പ്രസ്ഥാന രംഗത്ത് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ചെയ്യേണ്ട വരും. പ്രത്യേകിച്ചും ഈജിപ്തിലെല്ലാം ധാരാളം നസാറാക്കലുണ്ട്. അപ്പോൾ അവരുടെ പ്രോത്സാഹനം കിട്ടാൻ വേണ്ടിയിട്ട് പറയുന്ന വാക്കുകളായിരിക്കാം. പക്ഷേ എത്ര അപകടം പിടിച്ചിരിക്കുന്ന വാക്കുകളാണ്. നമ്മുടെ നാടുകളിൽ ഇതിനേക്കാൾ വളരെ ഗുരുതരമായ വാക്കുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇവർ പറയുന്നുണ്ട്. അത് വേറെ കേസ്. മുഹമ്മദുൽ ഖസാലി പറയുന്നത് കാണാം, യജിബു അൻ നമുദ്ദ ഐദീന, നാം നമ്മുടെ കൈ നീട്ടിക്കൊടുക്കേണ്ടതുണ്ട്, സഹായിച്ചു കൊടുക്കേണ്ടതുണ്ട്. വനഫ്തഹ ആദാനന വഖുലൂബന, നമ്മുടെ ചെവി നാം കൂർപ്പിച്ചു വെക്കേണ്ടതുണ്ട്, ഹൃദയം തുറന്നു വെക്കണം. ഇലാ കുല്ലി ദഅവത്തിൻ തുആഖി ബൈനൽ അദിയാൻ, മതങ്ങൾ പരസ്പരം സൗഹൃദം പങ്കിടുന്നതിൻ്റെയും വതുഖരിബു ബൈനഹ, അവകൾ എന്ത് ചെയ്യുക, അടുപ്പിക്കുക. അതായത് ലോകത്ത്
മതങ്ങളെ, അതായത് എന്താണ് സമാവിയായ മതങ്ങൾ, ജൂദായിസം അല്ലെങ്കിൽ നസ്വാറാക്കളുടെ മതം, ഇസ്ലാം, ഇതെല്ലാം ഒരേ സ്രോതസ്സിൽ നിന്നുള്ളതാണ്. ഏതിലൂടെ പോയാലും രക്ഷ പ്രാപിക്കും അല്ലെങ്കിൽ സ്വർഗത്തിലെത്താം എന്നുള്ള വളരെ അപകടം പിടിച്ചിരിക്കുന്ന ഒരു വാദം എന്ത് ചെയ്തിട്ടുണ്ട് ഉണ്ട്. അതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ടുള്ളതായ വാക്കുകളാണ് ഈ പറയുന്നത്. അദ്ദേഹം വീണ്ടും പറയുന്നത് കാണാം, ഇന്ന ഹുനാക ഉസുസൻ ലിജംഇൽ മുൻതസിബീന ഇലൽ അദിയാൻ. മതവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ആളുകളെ ഒരുമിച്ച് കൂട്ടാൻ ഇവിടെ ചില അടിസ്ഥാന നിയമങ്ങളുണ്ട്. ഫീ സഈദിൻ വാഹിദിൻ, ഒരൊറ്റ പ്ലാറ്റ്ഫോമിൽ എല്ലാ മതവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന എല്ലാ ആൾക്കാരും ഒറ്റ പ്ലാറ്റ്ഫോമിൽ ഒരുമിച്ച് കൂട്ടാനുള്ള ചില നിയമങ്ങളുണ്ട് ഇവിടെ. വഹിയ, ആ നിയമങ്ങൾ തജ്മഉ ബൈനൽ യഹൂദി വൻ നസ്റാനി, യഹൂദനെയും നസാറാനെയും എന്ത് ചെയ്യും, ഒരുമിച്ച് ഒന്നാക്കും. വൽ മുസ്ലിമിനെയും അലാ അന്നഹും ഇഖ്വ സവാഉൻ ബിസ്സവാ, അവരെല്ലാം സഹോദരന്മാരാണ്, തത്തുല്യമായ നിലയിൽ അവരെല്ലാവരും സഹോദരന്മാരാക്കി തീർക്കുന്ന ചില അടിസ്ഥാനങ്ങൾ ഇവിടെയുണ്ട് എന്ന് അദ്ദേഹം പറയുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ ഇത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഉൾക്കൊള്ളാൻ സാധിക്കാത്ത വളരെ അപകടം പിടിച്ചിരിക്കുന്നതായ വാദങ്ങളാണ്. ഇവിടെ ഇവരുടെ അടിസ്ഥാനപരമായ ഒരു ലക്ഷ്യങ്ങളിൽപ്പെട്ടതാണ് നമ്മൾ പറഞ്ഞു, ഖിലാഫത്ത് സ്ഥാപിക്കുക എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ട് ഇവർ ഹസനുൽ ബന്ന പറയുന്നുണ്ട്, ഞങ്ങൾ ഏതെങ്കിലും നാട്ടിൽ ഇസ്ലാമികമായ ഭരണം നടക്കുന്നുണ്ട് എങ്കിൽ അവരെ താഴെ ഇറക്കുക എന്നുള്ളത് ഞങ്ങളുടെ ഉദ്ദേശമല്ല. അവർക്ക് ഞങ്ങൾ എന്ത് ചെയ്യും, സഹായം ചെയ്തു കൊടുക്കും. അവരുടെ സൈനികരായിട്ട്, അവരുടെ സഹായികളായിട്ട്, വസീറന്മാരായിട്ട് ഞങ്ങളുണ്ടാവും. ഞങ്ങൾക്കൊരു കുഴപ്പമില്ല, അള്ളാഹുവിൻ്റെ ദീൻ നടക്കണമെന്ന് ഞങ്ങൾക്കുള്ളൂ എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. എന്നിട്ട് ശേഷം ഇവർ ചില തത്വങ്ങൾ പറയുന്നുണ്ട്. സയ്യിദ് ഖുത്ബ് പറയുന്നത് കാണാം, ഭൂലോകത്ത് എന്തില്ല, അള്ളാഹുവിൻ്റെ വിധി നടപ്പിലാക്കുന്ന, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുറുകെ പിടിക്കുന്ന ഒരു സമൂഹമൊന്നും എന്തില്ല, ഇല്ല. അപ്പോൾ ഇവരുടെ പ്രധാനപ്പെട്ട അതിൻ്റെ നതീജ എന്താണ്? ഇന്ന് ഭൂമിയിൽ ആരും തന്നെ ഇല്ല ഇസ്ലാമിക ഭരണം സ്ഥാപിക്കുന്ന അല്ലെങ്കിൽ നിലനിൽക്കുന്ന അല്ലെങ്കിൽ മുസ്ലിം സമൂഹമായിട്ട് അറിയപ്പെടുന്ന ആരും തന്നെയില്ല. അതേപോലെ തന്നെ ഹസൻ ബന്ന പറയുന്നുണ്ട്, ഇനി ഭൂമിയിൽ അങ്ങനെ ഒരു സമൂഹം ഇല്ല എങ്കിൽ അവിടെയുള്ള ഭരണകൂടങ്ങളെ പുറത്തിറക്കുക എന്നുള്ളത്, അവരിൽ നിന്ന് ആ സമൂഹത്തെ മോചിപ്പിച്ച് അവിടെ ഭരണം സ്ഥാപിക്കുക എന്നുള്ള ഞങ്ങളുടെ ലക്ഷ്യമാണ്. അതുകൊണ്ട് മുസ്ലിം നാടുകളിൽ, അതല്ലാത്ത നാടുകളിലും ഇവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം അവിടെയുള്ള ഭരണകൂടങ്ങളെ അട്ടിമറിക്കുക എന്നുള്ളതാണ്. സൗറത്ത് നടത്തുക, വിപ്ലവം ഉണ്ടാക്കുക എന്നുള്ളത് ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ടിരിക്കുന്ന കാര്യമാണ്, ഒരു ലക്ഷ്യമാണ്, അവരുടെ മാർഗമാണ്. ഇസ്ലാമിൽ അഹ്ലുസുന്നയുടെ ഏറ്റവും അടിസ്ഥാനപരമായ ഉസൂലുകളിൽപ്പെട്ടതാണ് ഒരു മുസ്ലിം ഭരണാധികാരി അവൻ എത്ര മോശക്കാരനാണ് എങ്കിലും അവനെ സമഅ ചെയ്യൽ, അവനെ ത്വാഅത്ത് ചെയ്യൽ മതപരമായ ബാധ്യതയാണ്. അവൻ എന്നെ ആക്രമിക്കും എന്ന് പേടിച്ചിട്ടല്ല, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അവനിൽ നിന്ന് ലഭിക്കുന്ന സാമ്പത്തിക ലാഭം എനിക്ക് കിട്ടാതെയാകും എന്ന് പേടിച്ചിട്ടാണോ? അങ്ങനെയുമല്ല. മതപരമായിട്ടുള്ള ബാധ്യതയാണ് ഒരു മുസ്ലിം ഭരണാധികാരി ഒരു നാട്ടിൽ ഉണ്ടോ എങ്കിൽ അവനെന്ത് ചെയ്തിരിക്കണം? സമഅ ചെയ്തിരിക്കണം, ത്വാഅത്ത് ചെയ്തിരിക്കണം. അത് അഹ്ലുസുന്നയുടെ ഉലമാക്കൾ അഖീദ പഠിപ്പിക്കുന്നിടത്തെല്ലാം ചെയ്യുന്നുണ്ട്, എഴുതി വച്ചിരിക്കുന്ന കാര്യമാണ്. ഇതിൽ അഹ്ലുസുന്നയുടെ ഈ അസുലിൽ നിന്ന് വലിയ രീതിയിൽ വ്യതിചലിച്ചവരാണിവർ. ധാരാളം തെളിവുണ്ട്, പരിശുദ്ധ ഖുർആനും സുന്നത്തും ഇത് പഠിപ്പിക്കുന്നത്. യാ അയ്യുഹല്ലദീന ആമനു അത്വീഉല്ലാഹ വ അത്വീഉർ റസൂല വ ഉലിൽ അംരി മിൻകും. അള്ളാഹുവിനെ നിങ്ങൾ അനുസരിക്കണം, അള്ളാഹുവിൻ്റെ റസൂലിനെ അനുസരിക്കണം, ഉലുൽ അംറിനെ നിങ്ങളുടെ ഭരണാധികാരികളെ നിങ്ങൾ എന്ത് ചെയ്യണം? അനുസരിക്കണം. അതേപോലെ തന്നെ ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അലൽ മർഇൽ മുസ്ലിമി അസ്സംഉ വത്വാഅ. മുസ്ലിമായ മനുഷ്യൻ ഭരണാധികാരിയെ കേട്ടനുസരിക്കൽ നിർബന്ധമാണ് അവൻ്റെ മേൽ. ഫീമ അഹബ്ബ വകരിഹ, അവൻ ഇഷ്ടപ്പെടുന്ന കാര്യമാകട്ടെ ഇഷ്ടപ്പെടാത്ത കാര്യമാകട്ടെ. ഇല്ല അയ്യു ഉമർ ബി മഅസിയ, മഅസിയത്ത് കൽപ്പിച്ചാലൊഴികെ. അള്ളാഹുവിന് ധിക്കരിക്കാൻ പറഞ്ഞു, അന്നനുസരിക്കണോ? അന്നനുസരിക്കേണ്ടതില്ല. ഫഇൻ ഉമിറ ബി മഅസിയത്തിൻ ഫലാ സമഅ വലാ ത്വാഅ, മഅസിയത്തിന് വേണ്ടി കൽപ്പിച്ച അവിടെ എന്ത് ചെയ്യേണ്ടതില്ല, അനുസരണ പ്രഖ്യാപിക്കേണ്ടതില്ല. മറ്റൊരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളുടെ അമീർമാരിൽ ഏറ്റവും നല്ലവർ, അയിമ്മത്തുകളിൽ ഏറ്റവും ഖൈറായവർ, തുഹിബ്ബൂനഹും വയുഹിബ്ബൂനക്കും, നിങ്ങൾ ആ നേതാക്കന്മാരെ ഭരണാധികാരികളെ സ്നേഹിക്കുന്നു, അവർ നിങ്ങളെയും സ്നേഹിക്കുന്നു, അങ്ങനെയുള്ളവരാണ്.
വതുസല്ലൂന അലൈഹിം വയുസല്ലൂന അലൈക്കും, നിങ്ങൾ അവർക്ക് വേണ്ടിയും അവർ നിങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. അങ്ങനെയുള്ള ഭരണാധികാരികളാണ് ഏറ്റവും ഖൈറായവർ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഏറ്റവും ഷർറായ ഭരണാധികാരികൾ അവർ നിങ്ങളെ വെറുക്കുന്നു, നിങ്ങൾ അവരെയും വെറുക്കുന്നു. നിങ്ങൾ അവർക്കെതിരെ ശാപപ്രാർത്ഥന നടത്തുന്നു, അവർ നിങ്ങൾക്കെതിരെ ശാപപ്രാർത്ഥന നടത്തുന്നു. അങ്ങനെയുള്ളവരാണ്. അപ്പോൾ സഹാബികൾ ചോദിച്ചു, അല്ലാഹുവിൻ്റെ റസൂലേ, അഫലാ നുനാബിദുഹും ഇൻദ ദാലിക്, അങ്ങനെ അവർ ഞങ്ങളെ ശപിക്കുന്നവരാണ്, ഞങ്ങൾക്ക് അവരോട് വെറുപ്പാണ്, അങ്ങനെയുള്ള ഭരണാധികാരികളാണ് ഞങ്ങൾക്കുള്ളത് എങ്കിൽ ഞങ്ങൾ അവരുമായിട്ടുള്ള ബൈഅത്ത് ലംഘിക്കട്ടെ, അവരിൽ നിന്ന് ഞങ്ങൾ പുറത്ത് ഇറങ്ങട്ടെ. അപ്പം നബി പറഞ്ഞു, ലാ, അത് പാടില്ല, അവർക്കെതിരെ നിങ്ങൾ ചെയ്യാൻ പാടില്ല, സമഉ താഅത്ത് നിഷേധിക്കാൻ പാടില്ല. മാ അഖാമു ഫീകുമുസ്സലാ, നിങ്ങൾക്കവിടെ നമസ്കാരം നിലനിർത്താൻ സാധിക്കുന്നുണ്ട്, പള്ളികളിൽ ജമാഅത്തുകൾ നടക്കാൻ സാധിക്കുന്നുണ്ട്, നമസ്കാരം നിലനിർത്തപ്പെടുന്നുണ്ട്, എന്നാൽ നിങ്ങൾ ആ ഭരണാധികാരികൾക്കെതിരെ തിരിയാൻ പാടില്ല. ആവർത്തിച്ച് പറഞ്ഞു, ലാ മാ അഖാമു ഫീകുമുസ്സലാ, അവർ നിങ്ങളിൽ നമസ്കാരം നിലനിർത്തുന്നുണ്ട്, എങ്ങനെ അങ്ങനെ പാടില്ല. എന്നിട്ട് പറഞ്ഞു, അലാ മൻ വലിയ അലൈഹി വാലിൻ ഫറആഹു യഅതി ഷൈഅൻ മിൻ മഅസിയത്തില്ലാഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നിങ്ങളിൽ ഒരാളുടെ മേൽ അധികാരിയായി, അങ്ങനെ അവൻ ഏതെങ്കിലും തിന്മ ചെയ്യുന്നതായിട്ട് അവൻ രംഗത്ത് വന്നു, തിന്മ ചെയ്യുന്നുണ്ട് അവൻ, എന്നാൽ ഫൽയക്റഹ് മാ യഅതി മിൻ മഅസിയത്തില്ലാഹ്, അവൻ ചെയ്യുന്ന തിന്മയെ നിങ്ങൾ വെറുത്തുകൊള്ളുക. വലാ യൻസഅന്ന യദം മിൻ ത്വാഅത്തിൽ നിന്ന് ചെയ്യാൻ പാടില്ല, കൈവരാൻ പാടില്ല, പ്രതിജ്ഞ ചെയ്തിരിക്കുന്ന കൈവലിക്കാൻ പാടില്ല. അപ്പോൾ സ്വഹാബികൾ ചോദിച്ചു, അല്ലാഹുവിൻ്റെ റസൂലേ, ഞങ്ങൾ ചോദിച്ചത് തഖ്വയുള്ള സ്വാലിഹായ ഒരാൾ അനുസരിക്കുന്നതിനെ കുറിച്ചല്ല, വലാകിൻ മൻ ഫഅല കദാ വകദാ, ഇന്ന മോശം പ്രവർത്തികൾ ചെയ്ത ആളുകളോട് അനുസരണക്കേട് കാണിക്കാമോ, അവർക്കെതിരെ ഞങ്ങൾക്ക് രംഗത്ത് വരാമോ എന്നോ ചോദിച്ചത്. മുസ്ലിം പറഞ്ഞു, ഇത്തഖുല്ലാഹ് വസ്മഉ വഅതിഉ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക, കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യുക. ഉബാദത്ത് ബിൻ സാമിത്ത് റളിയല്ലാഹു അൻഹു പറഞ്ഞത് കാണാം, ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബൈഅത്ത് ചെയ്യുമ്പോൾ നബി പറഞ്ഞിരുന്ന വാചകങ്ങൾ ഇതാണ്, ഞങ്ങൾ എന്ത് ചെയ്തിരിക്കണം, നിങ്ങളുടെ മേൽ ഒരു ഭരണാധികാരി നിശ്ചയിക്കപ്പെട്ടാൽ നിങ്ങൾക്ക് ക്ഷേമകാലത്താണെങ്കിലും ക്ഷാമകാലത്താണെങ്കിലും ഏത് കാലത്തും അവരെ അനുസരിക്കുക എന്നുള്ളത് ബാധ്യതയാണ്. അതിന് ഞങ്ങൾ പ്രതിജ്ഞ ചെയ്യുന്നു, ഞങ്ങൾ എന്ത് ചെയ്യില്ല, അവരിൽ നിന്ന് വഅൻ ലാ നുനാസിഅൽ അംറ അഹ്ലഹു ഇല്ലാ അൻ തറൗ കുഫ്റൻ ബവാഹ ഇൻദകും ഫീഹി മിനല്ലാഹി ബുർഹാൻ. എപ്പോഴാണ് ഒരു ഭരണാധികാരികൾക്കെതിരെ നിങ്ങൾക്ക് തിരിയാൻ സാധിക്കുക? പ്രധാനപ്പെട്ട 4 കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു. ഈ 4 കാര്യങ്ങളുണ്ടെങ്കിൽ ചെയ്യാം. ഒന്ന്, അൻ തറൗ, നിങ്ങൾ കാണണം എന്നാ പറഞ്ഞത്. നിങ്ങൾ കേട്ടാൽ പോരാ, ആരെങ്കിലും ഇരുന്ന് എഴുതി ഇന്ന രാജാവ് ജൂതപുത്രനാണ്, അല്ലെങ്കിൽ ഇന്നയാൾ കാഫിറാണ്, അവൻ തോന്നിയവാസിയാണ് എന്ന് ഏതെങ്കിലും ആളുകൾ സോഷ്യൽ മീഡിയയിൽ എഴുതിയാലല്ല, നിങ്ങൾ കാണണം. എന്താണ് കാണേണ്ടത്? കുഫർ കാണണം, മതനിഷേധിയായി ഇതായി അവൻ കാണണം, കുഫർ ചെയ്യുന്നവനായി കാണണം. അവൻ വ്യഭിചരിക്കുന്നത് നീ കണ്ടു, അവൻ മദ്യപിക്കുന്നത് നീ കണ്ടു, അതല്ല, അത് ഫിസ്കുകളാണ്. അവൻ കുഫർ ചെയ്യുന്നതായിട്ട് നീ കാണണം. എങ്ങനെയുള്ള കുഫറാണ്? ബവാഹൻ, വളരെ പ്രകടമായ കുഫറാണ്. പ്രകടമായ കുഫർ നീ കാണണം. ഏതെങ്കിലും ന്യായങ്ങൾ പറഞ്ഞ് സാധ്യതകളുള്ള കാര്യങ്ങളല്ല, വ്യക്തമായ പ്രകടമായ കുഫറിൽ അവൻ അകപ്പെട്ടതായിട്ട് നീ കാണണം. അത് കുഫറാണ് എന്നുള്ളതിന് ഇൻദകും ഫീഹി മിനല്ലാഹി ബുർഹാൻ, അല്ലാഹുവിങ്കിൽ നിങ്ങൾക്ക് വ്യക്തമായ തെളിവും വേണം, ഊഹാപോഹങ്ങൾ പോരാ. അങ്ങനെയുള്ള തെളിവുണ്ട് എങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അവർക്കെതിരിൽ തിരിയാം. അങ്ങനെ തിരിയുമ്പോഴും അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്, വെറുതെ ഇറങ്ങി പുറപ്പെടാൻ പറ്റുകയില്ല. എന്തു വേണം? നിങ്ങൾക്ക് അവരെ അതിജയിക്കാനുള്ളതായ ശേഷി വേണം, അതിനുള്ള ഖുദ്റത്ത് നിങ്ങൾക്ക് വേണം. അവരെ പരാജയപ്പെടുത്തുമെന്ന് എന്നുള്ള സാധ്യതകൾ നിങ്ങൾ കാണണം. അതല്ല എങ്കിൽ ഒരു ഭരണാധികാരികൾക്കെതിരെ തിരിഞ്ഞാൽ എന്തുണ്ടാകും? അതിനേക്കാൾ വലിയ നാശം അവിടെ വരും. നിലവിലുണ്ടായിരുന്ന അവസ്ഥ എന്താണോ അതിനേക്കാളും വലിയ മുസീബത്ത് നിങ്ങളെ ബാധിക്കും. അതുകൊണ്ട് അത് പാടില്ല എന്ന് പഠിപ്പിക്കുന്നത്. അപ്പോൾ ഈ വിഷയത്തിൽ ഇതാണ് അഹ്ലുസുന്നയുടെ നിലപാട്. ഈ നിലപാട് മതപരമായ ബാധ്യത എന്നുള്ള നിലയിലാണ്. ഇനി ഏതെങ്കിലും ഭരണാധികാരിയെ മോശം കാര്യങ്ങളിൽ കാണുകയാണ്, എന്താണ് ഒരു വിശ്വാസി ചെയ്യേണ്ടത്? അവൻ നസീഹത്ത് കൊടുക്കാം. മുസ്ലിം പറയുന്നുണ്ട്, മൻ അറാദ അൻ യൻസഹ ലിദി സുൽത്താനി ഫി അംരിൻ, ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഒരു അധികാരിയെ ഒരു നസീഹത്ത് കൊടുക്കണം എന്നാർക്കെങ്കിലും ആഗ്രഹമുണ്ടോ? ഫലാ യുബ്ദിഹി അലാനിയ
വ്യക്തമായി നസ്സായിട്ട് നബ്സലം പഠിപ്പിക്കുകയാണ്. അത് നിങ്ങൾ പരസ്യമായിട്ട് അവനെ ഉപദേശിക്കരുത്. സോഷ്യൽ മീഡിയയിൽ എഴുതുകയല്ല ചെയ്യേണ്ടത്, ആളുകളെ ഇളക്കി വിടുകയല്ല ചെയ്യേണ്ടത്. അത് നിങ്ങൾ പരസ്യമാക്കരുത് അവൻ്റെ ന്യൂനതയെ. വലാകിൻ ലിയഖുദ് ബിയദി ഫയഖ്ലു ബി, അവൻ്റെ കൈ പിടിച്ചിട്ട് ഒറ്റക്കാവുക, രഹസ്യമായിട്ട് പറയുക. ഫഇൻ ഖബില മിൻഹു ഫദാക്, അവൻ സ്വീകരിച്ചാൽ നല്ലത്. വഇല്ലാ കാന ഖദ് അദ്ദല്ലദി അലൈഹി ല, അതല്ല എങ്കിൽ സ്വീകരിച്ചില്ല എങ്കിൽ നീ നിന്റെ ബാധ്യത നിർവഹിച്ചു. ഇതാണ് ചെയ്യേണ്ടത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ വളരെ വ്യക്തമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, നിർദ്ദേശം കൊടുക്കുന്നുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു ഇതേ നിർദ്ദേശം തന്നെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. സുവൈദ് ബിൻ ഖഫലയ്ക്ക് അദ്ദേഹം പറഞ്ഞു, യാ അബാ ഉമയ്യ ലഅല്ലി ലാ അൽഖാക ബഅദ ആമി ഹാദാ, അടുത്ത വർഷം ചിലപ്പോൾ നിന്നെ എനിക്ക് കാണാൻ സാധിക്കൂല. ഫഇൻ ഉമ്മിറ അലൈക അബ്ദുൻ ഹബശിയുൻ, ഒരു എത്യോപ്യക്കാരനായ ഒരു അടിമയെ നിങ്ങളുടെ മേൽ ഭരണാധികാരി നിശ്ചയിക്കപ്പെട്ടാലും ഫസ്മ വാതിഅ, കേട്ടനുസരിച്ചു കൊള്ളണം. വഇൻ ദറബക ഫസ്ബിർ, അവർ നിന്നെ അടിക്കുന്നുണ്ട്, നിന്നെ ആക്രമിക്കുന്നുണ്ട്, കൊലപാതകങ്ങൾ നടത്തുന്നുണ്ട്, അത് നിങ്ങൾ ക്ഷമിക്കണം. നിങ്ങൾക്ക് വേണ്ടുന്ന വിഭവങ്ങളെ തടഞ്ഞു വെക്കുന്നുണ്ട്, നിങ്ങളുടെ അവകാശങ്ങൾ അവർ തടഞ്ഞു വെക്കുന്നുണ്ട്, എന്നാൽ നിങ്ങൾ ക്ഷമിക്കണം എന്ന് ഉമർ റളിയല്ലാഹു അൻഹു അവർക്ക് നിർദ്ദേശം കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറഞ്ഞു, വൈൻ അറാദ അംറൻ യുൻകിസു ദീനക, നിന്റെ ദീനിന് അപകടമുണ്ടാക്കുന്ന കുറച്ച് കളയുന്ന ഏതെങ്കിലും കാര്യം നിന്നോട് കൽപ്പിച്ചോ എന്നാ പറഞ്ഞേക്കണം. ദമി ദൂന ദീനി, എന്നെ അടിച്ചോ കുഴപ്പമില്ല, എന്നെ വേണ്ടി കൊന്നു വന്നാലും കുഴപ്പമില്ല, പക്ഷേ ദീനിനെ തൊട്ട് കളിക്കൂല. ദീനിനെ അള്ളാഹുവിനെ മാസിയത്ത് ചെയ്യാൻ പറഞ്ഞാൽ അവിടെ എന്ത് ചെയ്യേണ്ടതില്ല, അവിടെ നീ അനുസരിക്കേണ്ടതില്ല. പക്ഷെ അപ്പോഴും വലാ തുഫാരിഖുൽ ജമാഅ, അപ്പോഴും ആ ഖലീഫയ്ക്കെതിരെ നീ എന്ത് ചെയ്യാൻ പാടില്ല, തിരിയാൻ പാടില്ല, അത് അനുസരിക്കരുതെന്നേ ഉള്ളൂ. ആ ജമാഅത്തിനെതിരെ നീ എന്ത് ചെയ്യാൻ പാടില്ല, പുറപ്പെടരുത് എന്ന് വളരെ വ്യക്തമായി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വസിയ്യത്ത് ചെയ്യുകയാണ്. സലഫുകൾ പറയുമായിരുന്നു, 60 സന മഅ ഇമാമിൻ ജാഇരിൻ, ഒരു അക്രമിയായ ഭരണാധികാരിയുടെ കീഴിൽ 60 വർഷം ജീവിക്കുന്നത് അതാണ് ഖൈറും മിൻ ലൈലത്തിൻ ബിലാ ഇമാമിൻ, ഇമാമില്ലാതെ ഒരു രാത്രി ജീവിക്കുന്നതിനേക്കാൾ ഖൈർ അതാണ്. ഒരു നാട്ടിൽ ഇമാമില്ല, ഒരു ഭരണാധികാരിയില്ല, അവിടെ അരാജകത്വമാണ്, അവിടെ എന്തില്ല, നിയമപാലകരായിട്ടാരുമില്ല, എന്നാൽ വലിയ അപകടമാണ്. ഇങ്ങനെ ഭരണാധികാരികളുടെ മേൽ എതിരെ പുറപ്പെട്ട പല സംഘങ്ങൾ തിരിയുകയും അങ്ങനെ അരാജകത്വം ഉണ്ടാവുകയും ചെയ്തിരിക്കുന്ന രാഷ്ട്രങ്ങൾ വലിയ ദുരന്തം അനുഭവിച്ചിട്ടുണ്ട്, വലിയ അപകടം നേരിട്ടിട്ടുണ്ട് പല സ്ഥലങ്ങളിലും. എന്നിട്ട് ചില ഫത്വകൾ ഉലമാക്കളോട് ചോദിക്കുമായിരുന്നു, സൗദിയിലും മറ്റുമെല്ലാം ഉള്ള ഉലമാക്കളോട് ചില ചോദ്യങ്ങൾ വന്നത്, ഞങ്ങൾക്ക് രാത്രിയിൽ ജമാഅത്ത് നമസ്കരിക്കൽ നിർബന്ധമാണോ, രാത്രിയിൽ ഞങ്ങൾക്ക് പുറത്തിറങ്ങാൻ സാധ്യമല്ല, രാത്രിയിൽ പുറത്തിറങ്ങിയാൽ എന്ത് ചെയ്യും, കൊള്ളക്കാർ വരും, ആക്രമിക്കും, സ്ത്രീകൾക്ക് പ്രയാസമാണ്, സമ്പത്ത് മോഷ്ടിക്കപ്പെടുന്നു, അതുകൊണ്ട് രാത്രിയിൽ ഞങ്ങൾക്ക് ജമാഅത്തിന് പള്ളിയിൽ പോകുക നിർബന്ധമാണോ എന്ന് നിരവധി ഫത്വകൾ വന്നു അത്രേ, ഇങ്ങനെ അരാജകത്വം ഉണ്ടായ നാടുകളിൽ നിന്നും. അപ്പോൾ അക്രമിയായ ഒരു ഭരണാധികാരിയാണെങ്കിലും അവർ അവിടെ നിലനിൽക്കുക എന്നുള്ളത് എന്താണ്, അവർക്കെതിരെ അവരെ കീഴ്പ്പെടുത്താൻ പറ്റുന്ന സാധ്യതകളുള്ള സമയത്ത് എന്ത് ചെയ്യാം, അതിന് നിബന്ധനകൾ പാലിച്ച് ചെയ്യാം, അതല്ല എങ്കിൽ വലിയ അപകടമാണ്. അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇമാമുൻ ഗശൂമുൻ ഖൈറും മിൻ ഫിത്നത്തിൻ തദൂം, വാലിമായ ഒരു അക്രമിയായ ഭരണാധികാരിയാണ് ഫിത്ന ഉണ്ടാകുന്നതിനേക്കാൾ എന്ത് വലിയ ഖൈറായിട്ടുള്ളത്. ഒരു നാട്ടിൽ അരാജകത്വം വന്നാൽ എന്തുണ്ടാവില്ല, ആർക്കും സ്വസ്ഥത ഉണ്ടാവില്ല, സമാധാനം ഉണ്ടാവുകയില്ല, ഇത് വലിയ നാശമായിരിക്കും. ഈ വിഷയത്തിൽ ഇവരുടെ നിലപാടെന്താണെന്ന് നമ്മൾക്ക് പകൽ പോലെ വിളിച്ചാണ്, ആരോടും പറയേണ്ടതില്ല. ഏതൊരു ഇഖ്വാനി ചിന്താഗതിയുള്ള ഏതെങ്കിലും പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ആളുകളാകേണ്ടതില്ല, അതല്ലാത്തവർക്ക് തന്നെ ഇതിൻ്റെ അപകടം ചെറിയ രീതിയിൽ കടന്നുപോയിരിക്കുന്ന ആളുകളുടെ ഉള്ളിലുള്ള ഏറ്റവും അപകടം പിടിച്ചിരിക്കുന്ന ഫിക്കറാണിത്. അത് വാളെടുത്ത് അവർക്കത് രംഗത്തിറങ്ങണമെന്നില്ല, ആളുകളോട് പറയുക, ആദ്യം പറയലാണ്. ഇസ്ലാമിക ലോകത്ത് ആദ്യമായിട്ട് ഭരണകൂടങ്ങൾക്കെതിരെ വാക്കുകൾ കൊണ്ടാണ് എന്ത് ചെയ്തത്, രംഗപ്രവേശനം ചെയ്തത്. ഖവാരിജിയത്തും റാഫിളിയാക്കളും രംഗപ്രവേശനം ചെയ്യാൻ ഈ ഭരണാധികാരികൾക്കെതിരെ അവരുടെ മോശങ്ങൾ എന്ത് ചെയ്യുക, സമൂഹത്തിൽ ഇങ്ങനെ പ്രചരിപ്പിക്കുക, അവരെങ്ങനെയാണ്, ഇങ്ങനെയാണ്, സ്വജനപക്ഷപാതികളാണ്, ഇങ്ങനെ പല പല ഫിത്നകൾ എന്ത് ചെയ്യുക, സമൂഹത്തിൽ ഇങ്ങനെ പറഞ്ഞ് പ്രചരിപ്പിക്കുക. ഇത് വലിയ അപകടം പിടിച്ചിരിക്കുന്ന കാര്യമാണ്. മുഹമ്മദ് അർ റാഷിദ് ഇവരുടെ വളരെ പ്രമുഖനായ നേതാവായി അദ്ദേഹം പറഞ്ഞു കാണാം, അന്നൽ ഖുറൂജ് അലാ അഇമ്മത്തിൽ ജൗരി സുന്ന സലഫിയ്യ, അക്രമം ചെയ്തിരിക്കുന്ന ഭരണാധികാരികൾക്കെതിരിൽ പുറപ്പെടൽ സലഫുകളുടെ സുന്നത്താണ് എന്നാണ് അവർ പറയുന്നത്. സലഫുകളുടെ സുന്നത്താണ്.
വേറെ ചില അവരുടെ ഉദ്ധരണികളിൽ കാണാം, ഇസ്ലാം എന്ന് പറഞ്ഞാൽ തന്നെ ഇങ്ങനെ അവർക്കെതിരിൽ വിപ്ലവം നടത്തലാണ്, ചലിച്ചുകൊണ്ടിരിക്കലാണ്, എന്നാൽ മാത്രമേ ഇസ്ലാമിന് ജീവൻ ഉണ്ടാവുകയുള്ളൂ എന്ന് വരെയും ചെയ്യുന്നു. ചിലയിടത്ത് പറയുന്നത് കാണാം, മുഹമ്മദ് മഹദി ആക്കിഫ് പറഞ്ഞു, ഇന്ന ദൗറൽ ഇഖ്വാൻ മുസ്ലിം, ഇഖ്വാൻ മുസ്ലിമീൻ്റെ പങ്കെന്താണ് സമൂഹത്തിൽ? ഹുവ ഇഥാറത്തു വഅയിൽ മുവാത്തിനീൻ, നാട്ടിലുള്ള ആളുകളുടെ ബോധം, അവരുടെ മനസ്സിങ്ങനെ ഇളക്കിവിടലാണ്. ലിത്തഹറുക്കി ദുദ്ദൽ ഹുക്കാം, ഹുക്കാമുകൾക്കെതിരെ എന്ത് ചെയ്യണം? കുഴപ്പങ്ങളുണ്ടാക്കണം. അതിനുവേണ്ടി ഭരണാധികാരികൾക്കെതിരെ കുഴപ്പമുണ്ടാക്കാൻ ആളുകൾ ഇങ്ങനെ പിരികിറ്റി വിടലാണെന്ത്? അതാണ് ഇഖ്വാൻ മുസ്ലിമിൻ്റെ പ്രധാന ദൗത്യം എന്ന് ഇവരുടെ മുർഷിദുൽ ആമാണ് പറയുന്നത്. അപ്പോൾ ഇത് അപകടം പിടിച്ചിരിക്കുന്ന ഒരു മേഖലയാണ്. ഇത് സമൂഹത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്? വലിയ രീതിയിൽ വ്യാപിച്ചിട്ടുണ്ട്. അതിൻ്റെ ഷെറുകൾ എന്തുണ്ട്? നമ്മുടെ മക്കളിലും സമൂഹത്തിലും വ്യാപകമാകുന്നത് പലപ്പോഴും അനിസ്ലാമിക രാജ്യങ്ങളിൽ വരെയും എന്ത് ചെയ്യും? അതിൻ്റെ അപകടങ്ങൾ പലപ്പോഴും കാണും. ഒരു മുസ്ലിം ഏത് നാട്ടിൽ ജീവിക്കുമ്പോഴും ഒരു സുരക്ഷിതമായ നമുക്ക് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുവാനും ദീൻ പുലർത്തുവാനും സാധിക്കുന്ന സുരക്ഷിതത്വം നൽകപ്പെട്ടിരിക്കുന്ന ഒരു നാട്ടിൽ അഹ്ലുസുന്നയുടെ പ്രധാനപ്പെട്ട നിലപാട് അവിടെ ഫിത്ന ഉണ്ടാക്കില്ല. അവിടെയുള്ള സ്വസ്ഥമായ സമാധാന അന്തരീക്ഷത്തിന് എതിരാകുന്ന ഒരു പ്രവൃത്തി അഹ്ലുസുന്നയുടെ വിശ്വസിക്കുന്ന ഒരാളിൽ നിന്നും ഉണ്ടാവുകയില്ല. അപ്പോൾ ഇതുപോലുള്ള ചിന്താധാരകൾ പലപ്പോഴും ആളുകൾ എന്ത് ചെയ്യും? ഇളക്കിവിടും. അത് വലിയ അപകടങ്ങളിലേക്ക് കൊണ്ടെത്തിക്കും. അതുകൊണ്ട് വിശാലമായ ഒരു വിഷയമാണ്. ഈ വിഷയത്തിൽ ഇനിയും ധാരാളം കാര്യങ്ങളുണ്ട്. അവരുടെ അഖീദയുമായി ബന്ധപ്പെട്ടതും അതേപോലെ തന്നെ സ്വഭാവ സംസ്കരണ മാർഗങ്ങളിലുമെല്ലാം അവർ പുലർത്തിയിരിക്കുന്ന ധാരാളം വീഴ്ചകളും മറ്റുമുണ്ട്. ഇൻഷാ അല്ലാഹ് മറ്റൊരു ദർസിൽ അതിൻ്റെ പൂർത്തീകരണം പറയാം. അള്ളാഹു കാര്യങ്ങളെ യഥാവിധം മനസ്സിലാക്കാനും അതനുസരിച്ച് അമൽ ചെയ്യാനും മരിക്കുവോളം അള്ളാഹുവിൻ്റെ തൃപ്തിയിലായി ജീവിക്കാനും നല്ല തൗഫീഖ് നൽകട്ടെ. അള്ളാഹു നമ്മിലുള്ള രോഗികൾക്ക് പരിപൂർണ്ണ ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു നമ്മിൽ നിന്ന് മരണപ്പെട്ടവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. صلى الله وسلم على نبينا محمد وآله وصحبه أجمعين.